ഹേ വാട്ട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ ആസ്ട്ര. വെൽക്കം ടു ആക്ഫെൽസ്. അപ്പോൾ നമ്മുടെ മെറ്റസ്പ്ലോയിറ്റ് പാർട്ട് 2 ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റ് പാർട്ട് 1ൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ പാർട്ട് 1 കാണാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാണുക, പിന്നെ പാർട്ട് 1 കാണുക, പിന്നെ ഈ വീഡിയോ ആയിട്ട് കാണുക എന്നാണ് പറയാനുള്ളത്. നമ്മുടെ ചാനൽ ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ച് ഡിലേ ആയി ഈ വീഡിയോ എന്ന് പറയുന്നത്. പാർട്ട് 1 ഇട്ടിട്ട് 1 മന്തോളമായി. പിന്നെ ഞാൻ എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിലേ ആയി പോയി. പിന്നെ ഇതിനെല്ലാം ഞാൻ മറന്നുപോയി. നിങ്ങളും മറന്നെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ മറന്നു എന്നാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ കൂടുതൽ ഡിലേ ആക്കാതെ ഇതിലോട്ട് പോകാം. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോക്ക് ഇതുവരെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നമ്മൾ ഇത്രയും കിടിലൻ കണ്ടൻറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആകെ ഒരു ലൈക്ക് അടിക്കുക, സബ് അടിക്കുക എന്നതാണ് ഈ ഒരു സീരീസ്. അല്ലെങ്കിൽ ഇതൊരു കൺക്ലൂഷനാണ് നമ്മളെ ഈ സീരീസിൻ്റെ. അപ്പം മുഴുവനായിട്ട് ഫുള്ളായിട്ട് പക്കായിട്ട് കാണാമെന്നാണ് പറയാനുള്ളത്. കാരണം അത് നിങ്ങൾക്ക് 100% വേർത്തായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിലും ഇൻ്റർപ്രീറ്ററിൻ്റെ മിക്ക കമാൻഡ്സും അതുപോലെ തന്നെ പേലോഡ് PKയും മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കലി ബൈൻഡിങ്ങിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ മിക്ക വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ക്യാമറേൻ്റെ ഫ്രണ്ട് ക്യാമറ ആക്സസ് ചെയ്ത് ജസ്റ്റ് ഒരു സ്നാപ്ഷോട്ട് എടുക്കുന്നതായിരിക്കും. ബട്ട് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വെബ് സ്ട്രീമിംഗ് അല്ല, നമ്മൾ ക്യാമറ ലൈവായിട്ട് നമുക്ക് കിട്ടുന്നത് കാണാൻ കഴിയും. സിനിമയിലൊക്കെ ഉള്ള പോലെ തന്നെ അത് നമ്മളിന്ന് മെറ്റസ്പ്ലോയിറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സിമ്പിളാണ്. ഓക്കെ, അതിൽ ജസ്റ്റ് ഒരു കമാൻഡുള്ള. എനിവേ കുറേ പേര് കാണിച്ചു തന്നിട്ടുണ്ടാവില്ല, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക. അതുപോലെ തന്നെ ഇതിലോട്ട് പോകുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെറ്റസ്പ്ലോയിറ്റബിൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് നമ്മുടെ ടാർഗറ്റ് മെഷീൻ എന്ന് പറയുന്നത് മെറ്റസ്പ്ലോയിറ്റബിൾ ആണ്. ഓക്കെ, അതിൽ കുറേ ഓപ്പൺ പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഇന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ മെറ്റസ്പ്ലോയിറ്റബിൾ കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് എക്സ്ട്രാക്ട് ചെയ്ത ഫയലാണ് ഇത്. ഓക്കെ, അപ്പോൾ മെറ്റസ്പ്ലോയിറ്റബിൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ മെറ്റസ്പ്ലോയിറ്റബിൾ 2ൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് നേരെ പോയിട്ടൊന്ന് കാണാമെന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ കാണാൻ മടിയുള്ളവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളന്ന് കയറ്റിയ ഫയൽ ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തതാണ് ഇത്. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ VMware ഒന്ന് ജസ്റ്റ് എടുക്കുക. VMware എടുത്തിട്ട് ഫയലുമ്പോൾ നെക്കിയിട്ട് സ്കാൻ ഫോർ വിർച്വൽ മെഷീൻസ് എന്ന് കൊടുത്തിട്ട് നമ്മുടെ ആ ഡെസ്ക്ടോപ്പിലുള്ള എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സെറ്റായി കിട്ടുന്നതാണ്. എന്നിട്ട് പ്ലേ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാസ്വേഡും ഇതൊക്കെ MSF admin ആണ്. അപ്പോൾ MSF admin അടിച്ചാൽ മതി. MSF admin. ഓക്കെ, അപ്പോൾ നമ്മളതിലോട്ട് ലോഗിൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇനി IF config എന്ന് അടിച്ചാൽ നമുക്ക് ഇതിൻ്റെ IP കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് Nmap ഒക്കെ വെച്ച് സ്കാൻ ചെയ്ത് നോക്കാം ഈ ഒരു ടാർഗറ്റ് മെഷീനെ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് ബാക്ക് ബോക്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്നും പേടിക്കേണ്ടതൊന്നുമില്ല. ബാക്ക് ബോക്സ് ആണെങ്കിലും കലി ലിനക്സ് ആണെങ്കിലും പാരറ്റ് വോയിസ് ആണെങ്കിലും ബ്ലാക്ക് ആർക്ക് ആണെങ്കിലും ഏതാണെങ്കിലും മെറ്റസ്പ്ലോയിറ്റ് എല്ലാത്തിലും സെയിം ആണ്. ആൻഡ് ഇതൊക്കെ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ എല്ലാത്തിലും കമാൻഡ്സ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആരും പേടിക്കേണ്ടതില്ല. എൻ്റെ സിസ്റ്റത്തിൽ സ്പേസ് ഇല്ലാത്ത കാരണത്താലാണ് ഞാൻ ഈ ബാക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഡൗട്ട് ആർക്കും വരേണ്ടതില്ല. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ബ്രോ തെർമക്സിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറയാനുള്ളത് എല്ലാത്തിനും സെയിമാണ്. വീണ്ടും പിന്നെ തെർമക്സിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാത്തിനും സെയിമാണ്. പിന്നെ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ ചാനലിൽ ഒരിക്കലും തെർമക്സ് വീഡിയോസ് ഇടില്ല. അപ്പോൾ നമ്മുടെ MSF കൺസോൾ ഞാനിവിടെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് മെഷീൻ ഞാൻ പറഞ്ഞു മെറ്റസ്പ്ലോയിറ്റബിൾ 2 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ IP വെച്ചിട്ട് നമുക്ക് Nmap വെച്ചിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് MSF കൺസോളിനുള്ളിൽ Nmap ഒക്കെ യൂസ് ചെയ്യാമെന്ന്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ IP ഒന്ന് നോക്കാം. ഓക്കെ, IP ഇതാണ്, നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, Nmap. ഓക്കെ, അപ്പോൾ നമുക്ക് വെർഷൻ സ്കാൻ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ വെർഷൻ സ്കാൻ ഇല്ലാതെ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നോർമൽ സ്കാനാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP. ഓക്കെ, അപ്പോൾ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഫുൾ ഓപ്പൺ പോർട്ട്സ് ആണ്. എല്ലാ പ്രോട്ടോക്കോളും ഓപ്പൺ പോർട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഒറിജിനലായിട്ട് റിയൽ ലൈഫിൽ ഇങ്ങനൊരു ടാർഗറ്റ് നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു ഗോൾഡ് മൈനാണ് ഹാക്കേഴ്സിന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഏതൊരു സിസ്റ്റത്തിലോട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കയറണമെങ്കിൽ അത് അവിടെ ഒരു വൾണറബിലിറ്റി വേണം. അല്ലാതെ ഒരിക്കലും സിനിമയിലൊക്കെ കാണുന്ന പോലെ 2 എൻ്റർ സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിലോട്ട് ആക്സസ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് റിയാലിറ്റി അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷനും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ പോർട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് സർവീസ് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് -S V അടിച്ചാൽ മതി.
അപ്പോൾ നമുക്ക് വെർഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും, സർവീസസിൻ്റെ വെർഷൻസൊക്കെ. അപ്പോൾ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻമാപ്പിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളിതെല്ലാവരും കമൻറ്റ് ചെയ്യുക, ആവശ്യമുള്ളവരൊക്കെ, എന്നാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റർ അടിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് ഓരോ സർവീസസിൻ്റെയും വെർഷൻസ് അതിൻ്റെ നേരെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സർവീസസ് കാര്യങ്ങൾ, ഇതിൻ്റെ വെർഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ ചങ്ങ എന്തിനാണ് ഈ സർവീസസ് നോക്കുന്നത്, അല്ലെങ്കിൽ ഈ സർവീസസ് കിട്ടിയിട്ട് നമുക്ക് എന്തുണ്ടാക്കാനെന്ന് വിചാരിക്കുന്നുണ്ടാകും. അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെയല്ല, സർവീസസ് കിട്ടി കഴിഞ്ഞാൽ എന്താ ഉപകാരം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ റിയൽ ലൈഫിലോട്ട് നമ്മൾ മാറുക. റിയൽ സിനാരിയോയിൽ ഇപ്പോൾ നമ്മൾ ഒരു വെബ് സെർവർ എൻമാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിൽ ഓപ്പൺ പോർട്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സർവീസിലോട്ട് നമുക്കൊരു വൾണറബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിലോട്ട് നുഴഞ്ഞ് കയറാമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാനിതൊരു ഇതിലോട്ട് പ്രൊമോട്ട് ചെയ്യുകയല്ല, ദിസ് വീഡിയോ ഈസ് പ്യൂർലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് ഓൺലി. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ വേർഷനും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സെർവറും ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഗവൺമെൻറ് സൈറ്റ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഏത് നൂറ്റാണ്ടത്തെ സർവീസസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിള്ളേർ വന്ന് ഹാക്ക് ചെയ്ത് പോകുന്നതും. ഓക്കെ, ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സർവീസസൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസസ് ഒരു വേർഷൻ ആണെങ്കിൽ ഇപ്പോൾ ഓരോ വെർഷനും പുതിയ വെർഷനും വരുത്തുന്നത് എന്താ വെച്ചാൽ അപ്പോൾ അതിലുള്ള വൾണറബിലിറ്റി ഓരോ വെർഷനിലും ഓരോ വൾണറബിലിറ്റി ഉണ്ടാകും, മനുഷ്യരുണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു വൾണറബിലിറ്റീസൊക്കെ ഫിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ന്യൂ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ഒരു പുതിയൊരു വെർഷൻ വരുന്നത്. അപ്പോൾ മേ ബി എല്ലാവരും അപ് ടു ഡേറ്റ് ആവണമെന്നില്ല, എല്ലാ സർവീസസും എല്ലാവരും അപ് ടു ഡേറ്റ് ആക്കണമെന്നൊന്നുമില്ല, കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നൊന്നുമില്ല. വലിയ സൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതിൽ പോകുന്നത്. അപ്പോൾ അല്ലാത്തതൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വെർഷൻ നോക്കുന്ന സമയത്ത് അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വൾണറബിൾ ആയിട്ടുള്ളൊരു വെർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്ലോയിറ്റ് ഡി പിയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ, അതായത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ മതി, എക്സ്പ്ലോയിറ്റ് ഡി പി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെർഷന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വൾണറബിലിറ്റീസ് ഒക്കെ കിട്ടും, ആ വെർഷനിൽ വൾണറബിലിറ്റീസ് ഉണ്ടോ. എക്സ്പ്ലോയിറ്റ് ഡി പിയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ വൾണറബിലിറ്റി അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് അത് വെച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് കിട്ടിയപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് SSHലോട്ട് പോകാം. അപ്പോൾ SSH നോക്കുന്ന സമയത്ത് നമുക്ക് SSHൻ്റെ ഹോസ്റ്റിക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം എൻമാപ്പ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എൻമാപ്പിൻ്റെ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോൾ എൻമാപ്പിൻ്റെ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എൻമാപ്പ് മൈനസ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. നമുക്ക് വേണ്ടത് SSH ഹോസ്റ്റിക്കി ആണ്. SSH ഹോസ്റ്റിക്കി മൈനസ് സ്ക്രിപ്റ്റ് SSH സ്കൂൾ ഹോസ്റ്റിക്കി. ഓക്കെ, എന്തോ സി വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ IP ഇവിടെ കൊടുത്തിട്ടില്ല. നമ്മുടെ സാധനം ഇതാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നേരത്തെ ആവാത്ത വെച്ചാൽ IP കൊടുക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കൊടുത്ത സമയത്ത് നമുക്ക് DSC ആൻഡ് RSA ഹോസ്റ്റ് കീസ് കിട്ടിയിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മൊഡ്യൂൾ സെർച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് SSH_login എന്ന് സെർച്ച് ചെയ്താൽ മതി. SSH ലോഗിൻ എന്ന് സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് 2 മൊഡ്യൂൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്സിലറി സ്കാനർ SSH ലോഗിൻ എന്ന യൂസ് ചെയ്യാം. കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോ ഓപ്ഷൻസ് ഒന്ന് കൊടുക്കാം. ഷോ ഓപ്ഷൻസ്. ഓക്കെ, ഫുൾ സ്ക്രീൻ ആക്കാൻ വേണമെങ്കിൽ ഷോ ഓപ്ഷൻസ് കൊടുത്ത സമയത്ത് നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ബ്ലാങ്ക് പാസ്വേഡ്സ് ഫാൾസ് ആണ്. ഓക്കെ, പാസ്വേഡ് ഫയൽ കൊടുക്കണം. ഹോസ്റ്റ് ഫസ്റ്റ് കൊടുക്കണം. അപ്പോൾ സെറ്റ് ഹോസ്റ്റ് അറിയുമ്പോൾ നമുക്ക് വിക്ടിം ടാർഗറ്റ് മെഷീൻ്റെ IP host is equal to ഓക്കെ വല IP ഇപ്പോൾ കാണാപ്പാടം പഠിക്കേണ്ടി വരുമല്ലോ. ഓക്കെ, 60/168.231.128 നമ്മുടെ IP നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചേഞ്ച് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ OS മാറ്റിയിട്ടുണ്ട്. നമ്മൾ പാരറ്റ് OSലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബാക്ക് ബോക്സ് ഞാൻ എടുത്ത് കണ്ടത് കയറിഞ്ഞ്, കാരണം ബാക്ക് ബോക്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇതില്ലായിരുന്നു. സ്ക്രീനൊക്കെ സ്ട്രെച്ച് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്.
പിന്നെ അതുപോലെ തന്നെ അതിൽ മെറ്റസ്പ്ലോയിറ്റിന് എന്തോ സീനുണ്ട്, MSF അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു സീനുണ്ട്. ഞാൻ എടുത്ത് കളഞ്ഞ് ഒന്നും നോക്കിയില്ല, ടൈം കളഞ്ഞില്ല. അപ്പോൾ നേരെ പാരറ്റ് വോയിസിലോട്ട് സ്വിച്ച് ചെയ്ത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ആരോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ യൂസർ പാസ് ഫയലാണ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മളിത് ചെയ്യുന്നത് വെച്ചാൽ SSH ബ്രൂട്ട് ഫോഴ്സിംഗ് ആണ് ചെയ്യുന്നത്. അതായത് SSH ലോഗിന് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് യൂസർ പാസ് കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടി സെറ്റ് യൂസർ ഓഫ് പാസ് കൊടുത്തിട്ട് യൂസറിൽ ഇതിൽ ഡിഫാൾട്ട് പാസ്വേഡ്സ് ഉണ്ട്, അത് നമുക്കത് യൂസ് ചെയ്യാം. യൂസറിൽ ഷെയറിൽ മെറ്റസ്പ്ലോയിറ്റ് ആണ്, മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക്. ഓക്കെ, മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്കിൽ ഡാറ്റ, പിന്നെ വേർഡ് ലിസ്റ്റ്. ഓക്കെ, വേർഡ് ലിസ്റ്റ് എടുത്ത് നോക്കാം, ടാബ് അടിക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ യൂസർ പാസ് ഫയൽ എന്നുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഏതൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ, root_യൂസർ പാസ് ഇത് നമുക്ക് യൂസ് ചെയ്യാം, ഇത് നല്ലതാണ്. ഓക്കെ, നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോ ഓപ്ഷൻസ് ഒന്നും കൂടി എടുക്കാം. ഷോ ഓപ്ഷൻസ് കൊടുത്ത സമയത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്തത്. ഓക്കെ, ആ റോസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്റ്റോപ്പ് ഓൺ സക്സസ് ഇത് നമുക്ക് ചെയ്യണം, എന്നാലും സക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവും, അല്ലെങ്കിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. സെറ്റ് ട്രൂ എന്ന് കൊടുക്കാം. ട്രൂ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വെർബോസ് നമുക്ക് ഉണ്ടായിക്കോട്ടെ. ഓക്കെ, സെറ്റ് വെർബോസ് ട്രൂ കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുന്നതൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ സെറ്റ് ത്രെഡ് 3 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 5 കൊടുക്കാം. ഓക്കെ, നമ്മളത് കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റൺ എന്ന് കൊടുക്കാം. എല്ലാം കൊടുത്ത് കഴിഞ്ഞു, നമുക്ക് റൺ കൊടുക്കാം. ഓക്കെ, റൺ കൊടുത്തിട്ടുണ്ട്. നോ ആക്റ്റീവ് DB അത് കാണിക്കുന്നത് വെച്ചാൽ ഞാൻ ഡാറ്റാബേസ് കണക്ട് ചെയ്തിട്ടില്ല. ഡാറ്റാബേസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കുന്ന പ്രോസസ്സെല്ലാം അതിൽ സേവ് ആകും. അതുപോലെ തന്നെ നമുക്ക് പിന്നെയും പാസ്വേഡ് നമ്മൾ ഇപ്പോൾ കിട്ടിയത് കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും നോക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് ഇങ്ങനെ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ വീഡിയോ എന്തായാലും ഓൾറെഡി കുറച്ച് ലെങ്ത്ത് വരും, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, ഫുൾ റെഡി ആയതിന് ശേഷം വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്, നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സക്സസ് MSF admin എന്ന് കാണാൻ കഴിയും. പാസ്വേഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ഇൻഫർമേഷൻ ഗ്യാദറൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞ്, ഓക്കെ, ഇനി നമുക്ക് അതിലോട്ട് ലോഗിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെറ്റസ്പ്ലോയിറ്റ് കൂടെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, സെഷൻസ് -i1 എന്ന് വയ്ക്കാൻ മതി, ഫസ്റ്റ് സെഷനാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ഇൻട്രാക്റ്റിംഗ് വിത്ത് 1 എന്ന് കാണാൻ കഴിയും. ഓക്കെ കണ്ടോ, അതിലോട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ID അടിച്ച സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയും, കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, LS അടിച്ചപ്പോൾ വൾണറബിൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലോട്ട് നമ്മൾ ആക്സസ് ചെയ്തു. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിലൊന്ന് LS അടിച്ചാൽ വരുന്നത് നോക്കുക, വൾണറബിൾ ആണ്. കണ്ടോ, ID അടിച്ച സമയത്ത് ഒന്ന് കണ്ടോ, സിസ്റ്റം ID വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓക്കെ, ഞാനിവിടെ PWD അടിച്ച് നോക്കാം. കണ്ടോ, MSF admin. ഓക്കെ, UMI MSF admin. ഓക്കെ, ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു SSH നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അതിലോട്ട് കണക്ഷൻ എടുക്കുന്നതും സെഷൻസ് -i1 എന്നടിച്ച് ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, നമുക്കിതിൽ നിന്ന് എക്സിറ്റ് അടിക്കാം. ഓക്കെ, ഷെല്ലിൽ നിന്ന് പോയി നമ്മൾ ഷെല്ലിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ചെയ്തു. ഇനി നമുക്ക് നേരത്തെ ചെയ്ത സമയത്ത് ഇതുപോലെ തന്നെ ഒരു മൊഡ്യൂളും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. സോറി, ഞാൻ എക്സിറ്റായി. MSF കൺസോൾ അടിച്ച് ഇപ്പോൾ സെർച്ച് SSH_login അടിച്ചു. ഓക്കെ, അടുത്തത് നമ്മൾ പറയാമെന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ ഫയൽസിലോട്ട് ആക്സസ് വേണം. എന്നിട്ട് അവരുടെ
പ്രൈവറ്റ് കീ നമ്മൾ ഡംപ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇതിൽ ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു വേറൊരായിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ആ ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നോക്കാം. അപ്പോൾ നമുക്കൊന്നും കൂടി എൻമാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത് നമുക്ക് FTP ചെയ്യാം. FTPൻ്റെ വേർഷന് കാണിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇതുണ്ട്. ഓക്കെ, ബാക്ക് ഡോറാണ്, ബാക്ക് ഡോർ കമാൻഡ് എക്സിക്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു മൊഡ്യൂൾ നെയിം ഒന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് യൂസ് മൊബൈൽ കൺഫിഗർ. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, യൂസിങ് കൺഫിഗർ പാലൻ. ഓക്കെ, ഇനി ഷോ ഓപ്ഷൻസ് ഒന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഷോ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നത് ആർ ഹോസ്റ്റസ് ആണ്. അപ്പോൾ ആർ ഹോസ്റ്റസ് നമുക്ക് കൊടുക്കാം. സെറ്റ് ആർ ഹോസ്റ്റ്, ആർ ഹോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്ര മാത്രം മതി. ഇതിൽ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഫോൺ ഷെൽ. ഓക്കെ, സെറ്റ് ഷെൽ ഫൗണ്ടായി. കമാൻഡ് ഷെൽ സെക്ഷൻ 1 ഓപ്പൺ ഉണ്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, ID അടിച്ചപ്പോൾ കണ്ടോ. ഓക്കെ, റൂട്ടിലാണ്. പിന്നെന്താ, OMI അടിച്ചു നോക്കാം. OMI റൂട്ട് ഉണ്ടോ, റൂട്ട് യൂസറാണ്. ഓക്കെ, പൊളി കണ്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഇതിൽ പിന്നെയും കുറേ സർവീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ചെയ്യാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്നല്ല. ഒരു വീഡിയോയിൽ നമുക്ക് വീഡിയോ വെറുതെ ലാഗായി പോകും, നിങ്ങൾക്കും ചടക്കും. അപ്പോൾ ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കൊരു സംഭവം മനസ്സിലാക്കി തരാനാണ്. ഒരു സർവീസസ് ഓപ്പണായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഏതാണ് അതിൻ്റെ സർവീസ് വെച്ച് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് ഇതിൽ പേലോഡ് ഉണ്ടോ നോക്കുക. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അങ്ങനെ സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സർവീസസിൽ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും പുതിയ അറിവ് കിട്ടും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇവിടെ എൻ്റെ ഇടാം. ഇനി നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കിട്ടുന്ന സംഭവമാണ് നമ്മുടെ എന്താണ് പേലോഡ് എംബഡിങ് അല്ലെങ്കിൽ പേലോഡ് ബൈൻഡിങ് എന്ന സംഭവം. അപ്പോൾ മാനുവലായിട്ടുള്ളതും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതും ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് ചെയ്യാം ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് MSF വേണം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വേറെ ആപ്സ് ടൂളൊന്നും കയറ്റി ചെയ്യുന്നില്ല. ടൂളൊക്കെ കയറ്റുന്ന വീഡിയോ നമുക്ക് വേറെ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ട വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറിയ വീഡിയോസാക്കി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ബൈൻഡ് ചെയ്യാൻ MSF അനുഭവത്തിൻ്റെ കൂടെ തന്നെ APK ടൂൾ എന്നൊരു ടൂളും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്ലോഗ് സ്പോട്ടിൽ ഇട്ടിട്ടുണ്ട്. ബ്ലോഗ് സ്പോട്ട് എന്ന് പറയുമ്പോൾ actfiles.blogspot.ൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കയറി എടുക്കുക. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്ലോഗ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ APK ടൂളിൻ്റെ ലിങ്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് പോകുന്നതാണ്. ഇപ്പോൾ കറൻ്റ്ലി പോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കറൻ്റ്ലി വീഡിയോ റെക്കോർഡിംഗ് ആണല്ലോ. വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ പോസ്റ്റും പബ്ലിഷ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ APK ടൂളിന് തൊട്ടിട്ട് APK ടൂളിൻ്റെ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ APK ടൂൾ ജാർമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജാറും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സാധനം ഇതാണ്, സ്ക്രിപ്റ്റ് ഇതാണ്. ഇപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് കോപ്പി ചെയ്താൽ മതി. ഓക്കെ, ഫുള്ളായിട്ട് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഇതെടുത്തിട്ട് sudo nano APK ടൂൾ എന്ന് കൊടുക്കാം. എൻ്റർ അടിച്ചതിന് ശേഷം ഇത് ഈ സാധനം ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് സാധനം. Ctrl+X Y ആക്കിയിട്ട് അത് സേവ് ചെയ്യുക. ലെസ് എടുത്ത് അവിടെ കാണുന്നുണ്ട്. ഇനി chmod +X APK ടൂൾ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, sudo എന്ന് കൊടുക്കുക. ഓക്കെ,
ഓക്കെ, ആ ഒരു സമയത്ത് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ട് ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് വെച്ചാൽ APK jar ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ ലിങ്കിലൂടെ കയറി പോയാൽ മതി, ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് വെർഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കയറുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ അല്ല പാരറ്റോയ്സിലാണ് കയറ്റേണ്ടത്. അപ്പോൾ നമ്മുടെ ബ്രൗസർ എടുക്കാം, ഫയർഫോക്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്യാം, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സേവ് ഫയൽ കൊടുക്കാം. അപ്പോൾ അത് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം മറ്റേത് ഡെസ്ക്ടോപ്പിലായിരുന്നു, അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സുഡോ മൂവ് യൂസർ ടൂൾ ടു റൂട്ട്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ആ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മുടെ റൂട്ടിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൂവ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഡോപ്പിലെ ഡൗൺലോഡ്സിലാണ് APK tool.jar എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡൗൺലോഡ്സിലാണ് ഉണ്ടാവുക. ഓക്കെ, APK tool ഇതാണ് പേര്. അപ്പോൾ അതും കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 സാധനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ ഒന്ന് പെർമിഷൻ കൊടുക്കാം. ഓക്കെ, നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും മൂവ് ചെയ്യണം ടു യൂസർ ബിൻ. ഓക്കെ, ജസ്റ്റ് APK tool എന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് കാണ്ട് ഫൈൻഡ് APK tool.jar എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇതിൻ്റെ ഫയൽ നെയിം ഒന്ന് മാറ്റേണ്ടി വരും. CP ഓക്കെ, ഫയൽ ടു ഓക്കെ. ഇപ്പോൾ നമുക്ക് APK tool.jar കാണാൻ കഴിയും. ഇതൊന്ന് അവിടോട്ട് മൂവ് ചെയ്യാം. ടൂൾ എന്ന് ജസ്റ്റ് അടിച്ച് നോക്കാം. ഗൈസ്, അപ്പോൾ സെറ്റാണ്, റെഡി ആയിട്ടുണ്ട്. APK tool അടിക്കുമ്പോൾ നമുക്ക് സംഭവം വരുന്നുണ്ട്, 25 വെർഷൻ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാവുന്നതാണ് MSF കൺസോൾ വെച്ചിട്ട്, MSF വേനം വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് MSF കൺസോളിൽ പോകണമെന്നൊന്നുമില്ല. MSF വേനം കിട്ടണമെങ്കിൽ അപ്പോൾ MSF വേനം -x എന്ന് കൊടുത്തിട്ട് ഇവിടെയാണ് നമ്മുടെ പേലോഡിൻ്റെ നെയിം കൊടുക്കണം. നമ്മളിവിടെ ചെയ്യുന്നത് ഇതാണ് യൂസ് ചെയ്യുന്നത്. അതായത് ക്ലബ് ഹൗസ്, നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ്ങുകളൊക്കെ ക്ലബ് ഹൗസിൽ തന്നെ നമുക്ക് ബൈൻഡ് ചെയ്യാം. ഇതാണ് നമ്മളെ ഒറിജിനൽ APK. ഇത് ഒറിജിനൽ APK ആണ്. ഞാനിത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഈ ഒറിജിനൽ ആപ്പിലോട്ടാണ് നമ്മൾ പേലോഡ് ബൈൻഡ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ആൻഡ്രോയിഡ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഓക്കെ, ഇപ്പോൾ MSF വേനം -x കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പേലോഡിൻ്റെ ടൈപ്പ് കൊടുക്കണം. പേലോഡ് ആൻഡ്രോയിഡ് മീറ്റർ _. ഞാനിപ്പോൾ ലോക്കലിലാണ് ചെയ്യുന്നത്. പോർട്ട് ഫോർവേഡിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പോർട്ട് ഫോർവേഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ബാക്ക് ഡോറിങ്, അതായത് പെർസിസ്റ്റൻറ്റ് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പെർസിസ്റ്റൻറ്റിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ടെർമിനേറ്റ് ആക്കി കളഞ്ഞു. പക്ഷേ നമ്മുടെ LBRY പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ ഇതുവരെ LBRY പ്ലാറ്റ്ഫോം അറിയാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതുപോലെ തന്നെ ഫോളോ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ആക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എത്ര പറയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ലോക്കലിയാണ് ചെയ്യുന്നത്. 127.0.1 പിന്നെ എൽപോർട്ട് L എന്ന് കൊടുത്തിട്ടുള്ളൂ. എൽപോർട്ട് കൊടുത്തു. എൽപോർട്ട് 1 2 3 4 കൊടുക്കാം. ഓക്കെ, ഇനി ഇത് ഇതിലോട്ട് വരേണ്ടത് വെച്ചാൽ ഹോം ബൗസ് mod.apk എന്ന് കൊടുക്കാം. mod.apk. ഓക്കെ, സ്റ്റേജ്ലെസ് ആൻഡ്രോയിഡ് പേലോഡ്സ് എക്സാമ്പിൾ ആർ നോട്ട് കമ്പാറ്റിബിൾ വിത്ത് ഇഞ്ചക്ഷൻസ്. റിവേഴ്സ് TCP പേലോഡ്സ് ഇഞ്ചക്ഷനുമായിട്ട് ഇതല്ല എന്നോ നമ്മൾ പിന്നെ യൂസ് ചെയ്താണല്ലോ പോകുന്നത് സാർ. ഓക്കെ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, സോറി. ആൻഡ്രോയിഡ് മീറ്റർ റിവേഴ്സ് _TCP ആണ്. ഓക്കെ, ഇനി അടിക്കാം. ഇനി സെറ്റാക്കും. എല്ലാ ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ഹോസ്റ്റ് എൽപോർട്ട് കറക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഈസിക്വൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഫുള്ള് എററാണല്ലോ. ഓക്കെ, ഇപ്പോൾ പറയാനുള്ളത് വെച്ചാൽ ഇതിപ്പോൾ MSF വെച്ച് APK tool വെച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിൽ എല്ലാ വേലോടും കറക്റ്റായിട്ട് ബൈൻഡ് ആവണമെന്നില്ല. ചിലതാണ് ഞാൻ ക്ലബ് ഹൗസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഇപ്പോൾ ചെയ്യുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ചില ആപ്പൊക്കെ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചിലത് വർക്ക് ചെയ്യില്ല, അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഞാൻ വർക്ക് ആയിട്ടുണ്ട്. പിന്നെ കിഡിലായിട്ട് സെറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിപ്പ് ലൈൻ നോട്ട് ഫൗണ്ട് ഇഫ് നോട്ട് ഇൻ യുവർ പാത്ത്. ലൈൻ ഓക്കെ, അതിലുണ്ട്. സിപ്പ് ലൈൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഞാൻ ഈ പാരറ്റ് പുതിയ കയറ്റിയതിന് ശേഷം ഒന്നും ഇൻസ്റ്റാൾ ചെയ്തൊന്നും ചെയ്തിട്ടില്ല. APT അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചൂടെ APT ഇൻസ്റ്റാൾ സിപ്പ് ലൈൻ കൊടുത്താൽ മതി. ഇതൊന്നും കൂടി ഒന്ന് കൊടുത്തു നോക്കാം. അൺഡിഫൈൻഡ് മെത്തേഡ്. നമ്മൾ ക്ലബ് ഹൗസ് ബൈൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി. അതായത് ഞാൻ നേരത്തെ കണ്ടല്ലോ, അപ്പോൾ ക്ലബ് ഹൗസ് പറ്റുന്നില്ല.
അപ്പോൾ ഞാൻ അതിൻ്റെ പകരം ഞാൻ വേറൊരു ആപ്പ് കയറ്റിയിട്ടുണ്ട്, ലുഡോൻ്റെ ഒരു ആപ്പിക്കാണ് കയറ്റിയിട്ടുള്ളത്. അതിലോട്ടാണ് ഞാൻ ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ കൊടുത്ത അതേ കമാൻഡ് തന്നെയാണ്, ജസ്റ്റ് ഫയൽ നെയിം മാറ്റുന്നു, അതിൻ്റെ ഭാഗത്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഞാനപ്പോൾ ക്ലബ് ഹൗസ് എന്നുള്ള അതിൻ്റെ ഭാഗത്ത് ഞാൻ ലുഡോൻ്റെ ആപ്പിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ അടിക്കാനൊന്നുമില്ല, അപ്പോൾ ജസ്റ്റ് ആപ്പ് മാറ്റിയെന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും സക്സസ്ഫുള്ളി അത് ഓട്ടോമാറ്റിക്കലി അത് ബൈൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഹോമിൽ ലുഡോ മോഡ് എന്ന് പറഞ്ഞിട്ട് റെഡ് ആയിട്ടുണ്ട്. ഇതാണ് സാധനം. ഇനി ഞാനത് ഇതിൻ്റെ ആപ്പിക്ക് എൻ്റെ ടാബ്ലറ്റിലോട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാം. ടാബ്ലറ്റ് ആൻഡ്രോയിഡ് 8 വെർഷനാണ്. നമുക്കതിലെങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം എല്ലാം ചെയ്യാൻ നോക്കാം. ഇതുവരെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, മാക്സിമം സപ്പോർട്ട് ആക്കുക എന്നാണ് പറയുള്ളത്. പിന്നെ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും എല്ലാ പെർമിഷൻസൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, പൊളിയായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ടാബ്ലറ്റാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ആപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ലുഡോ മോഡ് ആപ്പിക്ക് ഇതാണ് നമ്മുടെ പേലോഡ് ബൈൻഡ് ചെയ്തിട്ടുള്ളതാണ്, ഓട്ടോമാറ്റിക്കലി ബൈൻഡ് ചെയ്തതാണ് നമ്മൾ. ഓക്കെ, ഇൻസ്റ്റാൾ കൊടുക്കാം. ഡേറ്റാണ്. ഓക്കെ, നമ്മുടെ ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് അൺഡിറ്റക്റ്റബിൾ ആക്കാനും കാര്യത്തിലൊന്നും നമ്മൾ പോയിട്ടില്ല. നമുക്ക് അതൊക്കെ കൂടുതൽ ഫീച്ചർ വീഡിയോസിലൊക്കെ വരാം. ഈ വീഡിയോയിൽ ഞാനത് നിങ്ങളോട് ഏൽപ്പിക്കുന്നില്ല, കൂടുതൽ ലാഗായി പോകും. ഓക്കെ, ഓക്കെ, ഇത് ആപ്പ് വാസ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നാണ്. ഞാൻ പ്ലേ പ്രൊട്ടക്റ്റ് കാര്യങ്ങളൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നോക്കാം. ഇത് ആപ്പ് വാസ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മേ ബി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകും. ഒന്നെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂ കാര്യം കൊണ്ടാകാം. 8.1.0 ആണ് ആൻഡ്രോയിഡ് വേർഷൻ. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നും കൂടി സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയൊരു ആപ്പ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ബിറ്റ് കോയിൻ മോഡ് ആപ്പിക്ക് എന്ന് പറഞ്ഞിട്ടാണ്, ബിറ്റ് കോയിനിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് എങ്ങനെ നോക്കാൻ വർക്കാവോ എന്ന് കണ്ടറിയാം. കോശി ഇൻസ്റ്റാളിങ് ദ ആപ്പിക്ക് എന്നൊക്കെ വരുന്നുണ്ട്. യാ ഗൈസ്, ബിറ്റ് കോയിൻ വാസ് ഇൻസ്റ്റാൾഡ്. ഓക്കെ, പൊളി. അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ MSF കൺസോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് യൂസ് എക്സ്പ്ലോയിറ്റ് മൾട്ടി ഹാൻഡ്ലർ കൊടുക്കാം. മൾട്ടി ഹാൻഡ്ലർ. ഓക്കെ, ജനറേഷൻ റിവേഴ്സൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പേലോഡ് സെറ്റ് ചെയ്യും. സെറ്റ് പേലോഡ് ആൻഡ്രോയിഡ് മീറ്റർ പീറ്റർ റിവേഴ്സ് TCP. ഓക്കെ, എൻ്റർ അടിച്ചിട്ടുണ്ട്. സെറ്റ് ഹെൽ ഹോസ്റ്റ് 0.0.1 നമ്മൾ ലോക്കലി ആണ്, അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ഹെൽ ഹോസ്റ്റ് പോർട്ട് 1234 ആണ്. നമ്മളവിടെ നേരത്തെ പേലോഡ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ 1234 ആയിരുന്നു. അത് ഞാനിപ്പോൾ ഇവിടെ വെറുതെ കൊടുക്കുകയല്ല, നമ്മൾ പേലോഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത അതേ ഹെൽ ഹോസ്റ്റ് ഹെൽപ്പോർട്ടും കൊടുക്കണം. ഞാനിപ്പോൾ പറയാതെ വേഗം പോകുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞ പാർട്ട് 1 നമ്മൾ പേലോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഓക്കെ, പേലോഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഷോ ഓപ്ഷൻസ് നോക്കാം, എന്തെങ്കിലും ഉണ്ടോ വിട്ട് പോയത്. ഓക്കെ, ഇനി ഒന്നുമില്ല, നമുക്കൊന്ന് എക്സ്പ്ലോയിറ്റ് ഒന്ന് അടിക്കാം. ഓക്കെ, സ്റ്റാർട്ട് റിവേഴ്സ് TCP ഹാൻഡ്ലർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ആപ്പ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ആപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്തു, പക്ഷേ കിട്ടിയിട്ടില്ല. മേ ബി മിക്കവാറും പോർട്ട് ഫോർവേഡിങ് ചെയ്യേണ്ടി വരും. വരും കാറും. ഞാൻ ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കിവിടെ ഒന്നും വരുന്നില്ല. ഓക്കെ, നമുക്ക് എന്നാൽ ലോക്കൽ നെറ്റ്വർക്കിലാണ് ഇനി വേഗം കിട്ടുന്നില്ല. ഫൈനലി ആ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീറ്റർ ഫീഡർ കണക്റ്റ് ആവുന്നില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് ലോക്കൽ ഹോസ്റ്റ് ആയിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ട് പോർട്ട് ഫോർവേഡിംഗ് ഒക്കെ ചെയ്ത് അതാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, പോർട്ട് ഫോർവേഡിംഗ് ഒക്കെ അറിയുന്നുണ്ടാകും. നമ്മുടെ ചാനലിൽ മുന്നേ ഇട്ടിട്ടുണ്ട്, ഇട്ട വീഡിയോ ആണ്, പഴയ ചാനലിലൊക്കെ ഇട്ട വീഡിയോ ആയിരുന്നു. ബട്ട് അത് ടെർമിനേറ്റ് ആയി പോയപ്പോൾ നമ്മൾ വീണ്ടും റീപോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോർട്ട് ഫോർവേഡിംഗ് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കി പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ കാണും, ഈ ചാനലിലും ഉണ്ട്. അപ്പോൾ നമ്മൾ പോർട്ട് ഫോർവേഡിംഗ് ഒക്കെ ചെയ്ത് നോക്കി, എന്നിട്ട് റെഡി ആകുന്നില്ല.
ആകെ സീനായി. ഇപ്പോൾ ഞാൻ വിചാരിച്ച് അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലേറ്റായത്. കുറേ അധികം മണിക്കൂറോളം നിന്ന് ഞാൻ വിചാരിച്ച് MSF6 പ്രശ്നമാണോ വിചാരിച്ച്. അപ്പോൾ MSF ഡൗൺഗ്രേഡ് ചെയ്യാൻ നോക്കി. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഒന്ന് ജസ്റ്റ് ഫയർവാൾ ഒന്ന് ഡിസേബിൾ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സംഭവം റെഡിയായി. ഫയർവാളിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ പാരറ്റ് വോയിസ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫയർവാൾ ഡിസേബിൾ ചെയ്യണമെങ്കിൽ UFW ഡിസേബിൾ എന്ന് കൊടുത്താൽ മതി. sudo UFW ഡിസേബിൾ എന്ന് കൊടുത്താൽ മതി. അത് MSF കൺസോളിൻ്റെ ഉള്ളിൽ തന്നെ അടിക്കണമെന്നല്ല, ഇവിടെ അടിച്ചാലും ഒരേപോലെയാണ്. ടെർമിനൽ എടുത്തിട്ട് sudo UFW ഡിസേബിൾ എന്ന് അടിച്ചാൽ മതി. ഓക്കെ, ഫയർവാൾ സ്റ്റോപ്ഡ് ആൻഡ് ഡിസേബിൾഡ് ഓൺ സിസ്റ്റം സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിളിൻ്റെ അവിടെ എനേബിൾ എന്ന് കൊടുത്താൽ മതി. പിന്നെ കലി ലിനക്സ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ sudo system ctl stop ഫയർവാൾ D എന്ന് കൊടുത്താൽ മതി. നിങ്ങളുടെ സാധനം ഡിലീറ്റ് ആവും. ഇത് കലി ലിനക്സിൽ യൂസ് ചെയ്യുന്നവർക്കാണ് ഫയർവാൾ സ്റ്റോപ്പ് ചെയ്യാൻ. ഇങ്ങനെ ചെയ്താൽ സെറ്റാവും. ഈ ഒരു ഇഷ്യൂ കാരണമായിരിക്കും മേ ബി നമ്മൾ പാർട്ട് 1 ചെയ്ത സമയത്ത് വിൻഡോസ് സെറ്റ് ആയിട്ടില്ലായിരുന്നു. സെയിം ലോക്കൽ ഹോസ്റ്റിലായിട്ട് പോലും ആയിട്ടില്ലായിരുന്നു. അത് ഈ ഒരു ഫയർവാളിൻ്റെ ഇഷ്യൂ കാരണമാണ്. ഇപ്പോഴാണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്. ഒരു ഇറർ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഇട്ട് പോകരുത്. നമ്മൾ മാക്സിമം അത് നമുക്ക് കഴിയുന്ന അത്രക്കും നമ്മൾ മാക്സിമം അത് എടുക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്താൽ എന്തായാലും നമുക്ക് സെറ്റാകും. ഹാർഡ് വർക്ക് നെവർ ഡൈസ് എന്നാണ്. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ ഫസ്റ്റ് ടെർമിനേറ്റ് ആയി നമ്മൾ നിർത്തി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 4K ലെവലിലോട്ട് എത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഹാർഡ് വർക്ക് നെവർ ഡൈസ് എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ബിറ്റ്കോയിൻ എന്ന ആപ്പിലോട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫയൽസിലുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാകും. കഴിയും ബിറ്റ്കോയിൻ മോഡ് ആപ്പിക്ക് എന്നാൽ ഞാൻ മോഡ് എന്ന് കൊടുത്തതാണ്. ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾഡ് ആയി. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ മീറ്റർ പ്രീറ്റർ എടുക്കാം. MSF കൺസോൾ എടുക്കാം. ഓക്കെ, നമുക്കൊന്ന് എക്സ്പ്ലോയിറ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടുത്തെ പോർട്ട് നമ്പറും ലോസ്റ്റും കണ്ട് പേടിക്കണം. അത് പോർട്ട് ഫോർവേഡ് ചെയ്തതാണ്. പോർട്ട് ഫോർവേഡിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പോർട്ട് ഫോർവേഡിങ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ലാനിലാവുമ്പോൾ നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ മാത്രം കിട്ടുള്ളൂ. അതായത് നമ്മളെ സെയിം വൈഫൈയിലുള്ളവർക്ക് മാത്രമേ നമ്മൾ പേലോഡ് അയച്ചാലേ നമുക്ക് കണക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ പുറത്തുള്ള നമ്മുടെ നെറ്റ്വർക്കിന് പുറത്തുള്ള, അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് അവരെ ആക്സസ് കിട്ടണമെങ്കിലാണ് വാൻ യൂസ് ചെയ്യുന്നത്, അതായത് പോർട്ട് ഫോർവേഡിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആ കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് അടിക്കേണ്ട ചേട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ആർക്കും ചടപ്പൊന്നും തോന്നരുത്. ഓക്കെ, പിന്നെ പോർട്ട് ഫോർവേഡിങ് ചെയ്യാത്തത് അന്ന് നമ്മൾ ചെയ്തുകൊണ്ടാണ് വീണ്ടും ചെയ്യാത്തത്. ഓക്കെ, നമ്മൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ആപ്പ് എടുത്ത് നോക്കാം. ഓക്കെ, ആപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ സെൻഡിങ് സ്റ്റേജസ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ. ഓക്കെ, നേരത്തെ വരുന്നില്ലായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ ഒരു നോർമൽ ആപ്പാണ്. ഇപ്പോൾ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഉപകാരം അതാണ്. ഇപ്പോൾ ഇതൊരു നമുക്ക് നല്ല ഇവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്ത് സെറ്റാക്കുക. അപ്പോൾ നമുക്ക് കുറേ ഡെയിലി ആക്സസ്, ലൈഫ് ടൈം ആക്സസ് തന്നെ കിട്ടും. ഓക്കെ, സെറ്റായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വിൻഡോസ് 8 ആണ്. വിൻഡോസ് അല്ല, ആൻഡ്രോയിഡ് 8 ആണ്. നിങ്ങൾക്ക് SysInfo അടിച്ചാൽ കിട്ടും. കണ്ടോ, ആൻഡ്രോയിഡ് 8.1 ആണ്. അതുകൊണ്ടാണ് ഇത്ര സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്ലേ പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡിറ്റക്റ്റ് ചെയ്യാത്തത്. ഓക്കെ, ഇനി പ്ലേ പ്രൊട്ടക്ഷൻ ഓൺ ആക്കിയത് ഡിറ്റക്റ്റ് ചെയ്യുമോ അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് നോക്കാം, അതും ചെക്ക് ചെയ്യാം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ 10-ലൊക്കെ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് കൂടുതൽ പേലോഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, ഇറർ വരികയാണ് സെക്യൂരിറ്റി പ്രോബ്ലം കാരണം. ഓക്കെ, സാൻഡ് ബോക്സ് ഇറർ വരും. ഓക്കെ, അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ഒബഫ്യൂസ്റ്റ് ചെയ്യുക. ഇപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം അതൊരു അൺഡിറ്റക്റ്റബിൾ പേലോഡാക്കി സെറ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കുറേ ടൂൾസ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും വർക്കിംഗ് അല്ല. ഓക്കെ, പണ്ടൊക്കെ വർക്കിംഗ് ആയിരുന്നു. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ SysInfo കണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഓക്കെ, ഞാനിത് ഫുൾ സ്ക്രീൻ ആക്കാം. ക്ലിയർ ഇല്ല ഇതിൽ. SysInfo കൊടുത്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് എന്നടിക്കാം. ഓക്കെ, ഹെൽപ്പ് എന്നടിക്കുന്ന സമയത്ത് ഓക്കെ, പിന്നെ വേറെ പ്രശ്നമുണ്ട്. പിന്നെ ചില ആപ്പിൽ, ഇപ്പോൾ ഈ ആപ്പിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് കുറേ കമാൻഡ്സ് വർക്കിംഗ് അല്ല. അത് ഓരോ ആപ്പിനെ കുറിച്ചിരിക്കും. ഇതിപ്പോൾ ചെറിയൊരു ആപ്പാണ്. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും അതങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില പേലോഡ് സെറ്റ് ചെയ്യുമ്പോൾ ചില കമാൻഡ്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിവേ നമുക്ക് വേണമെങ്കിൽ വേറൊരു പേലോഡും കൂടി നോക്കാം. അല്ലെങ്കിൽ സാധാ ഒരു പ്ലെയിൻ പേലോഡ് എംബഡ് ചെയ്താത്ത പേലോഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കമാൻഡ്സ് കാര്യങ്ങളൊക്കെ നോക്കാം.
ഓക്കെ, ഇടയ്ക്ക് പിന്നെ മീറ്റർ റീഡറിൻ്റെ സീനും ഉണ്ടാവാറുണ്ട്. ആ ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്ന്. ഓക്കെ, ഇപ്പോൾ നമുക്ക് CD SD കാർഡ് നടിക്കുകയാണ്. ഓക്കെ, LS അടിച്ചു, കണ്ടോ? ഇപ്പോൾ ഒരു എറർ വരും, കണ്ടോ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇഷ്യൂ. പിന്നെ ഹൈഡ് ആപ്പ് ഐക്കൺ ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. റെഡി ആവുമോ നോക്കാം. ഓക്കെ, അത് ബിറ്റ്കോയിൻ വാസ് ഹിഡൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കത് നോക്കാം. ഓക്കെ, ആപ്പ് വാസ് ഹിഡൻ കാണുന്നില്ല, ഉണ്ടോ? ഓക്കെ, അപ്പോൾ പറയാനുള്ളത് വെച്ചാൽ പേലോഡ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ആപ്പിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹിഡൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഹിഡൻ ചെയ്താൽ നമുക്ക് തന്നെയാണ് പണി. പിന്നെ ഒരു ആക്സസ് കിട്ടിയില്ല. പെർസിസ്റ്റൻറ്റ് സ്ക്രിപ്റ്റ് പിന്നെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു തവണ നിങ്ങളിപ്പോൾ കണക്ട് ചെയ്ത് പിന്നെ നിങ്ങൾ ഡിലീറ്റ് അല്ല നിങ്ങൾ കണക്ഷൻ ഒഴിവാക്കി വീണ്ടും നിങ്ങൾക്ക് സിസ്റ്റം ഓൺ ആക്കുമ്പോൾ വീണ്ടും അതിലോട്ട് കണക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ പെർസിസ്റ്റൻറ്റ് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യണം. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ പെർസിസ്റ്റൻറ്റ് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുക. പെർസിസ്റ്റൻറ്റ് സ്ക്രിപ്റ്റിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ പണ്ടേ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ജിയോ ലൊക്കേറ്റ് കൊടുക്കുക, വർക്കാവുമെന്ന് നോക്കാം. ഓക്കെ, ജിയോ ലൊക്കേറ്റ് വർക്കാവുന്നില്ല. ഓക്കെ, ഡംബ് SMS നോക്കാം. SMS ഉണ്ടാകുന്ന അറിയില്ല. ഓക്കെ, അതും വർക്കിംഗ് അല്ല. ഡം കോണ്ടാക്ട്സും കിട്ടുന്നില്ല. പിന്നെ വെബ് ക്യാം സ്നാപ്പ് നോക്കാം. സ്ക്രീൻഷോട്ട് നോക്കാം. ഓക്കെ, അതും കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്ത് കോപ്പിയാണ് ഇതെന്ന് വിചാരിക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഷെല്ലൊക്കെ അപ്ലോഡ് ചെയ്യാം, അതൊക്കെ ആ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതിലിപ്പോൾ റൂട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഹാർഡ്വെയർ മാക്കും. ഓക്കെ, നമുക്ക് ഞാനൊരു പ്ലെയിൻ പാലോഡ് സെറ്റാക്കി തരാം, എന്നിട്ട് നമുക്കതിൽ സെറ്റ് ചെയ്യാം, എന്നാലേ റെഡി ആവുള്ളൂ. UID ഓക്കെ, അത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ SD കാർഡിലോട്ടും പോകുന്നില്ല. പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ LS അടിച്ച് നോക്കാം. LS അടിച്ചിട്ടാവുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ വേറെ പേലോഡിൽ സെറ്റ് ചെയ്ത് ആക്കിയാൽ മതി. പിന്നെ വെബ് ക്യാം ചാറ്റൊക്കെ ഉണ്ട്, അതിന് നമ്മുടെ വിക്ടിമിനും അല്ല നമുക്കും ക്യാം വേണം, എന്നാലേ സെറ്റ് ആവുകയുള്ളൂ. cam_chat സൂട്ടബിൾ ബ്രൗസർ ഓൺ ദ ടാർഗറ്റ് മെഷീൻ. നമ്മുടെ ടാർഗറ്റ് മെഷീനിൽ അതൊക്കെ കമ്പ്യൂട്ടറിനുള്ളതാണ്, കമ്പ്യൂട്ടറൊക്കെ ഹാക്ക് ചെയ്യുമ്പോൾ ഉള്ളതാണ് വെബ് ക്യാം ചാറ്റ് കാര്യങ്ങളൊക്കെ. ഈ വെബ് ക്യാം സ്ട്രീമൊക്കെ ഫോണിൽ വർക്കാകും, അത് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ഷെയർ ഇതുവരെ വർക്കായിട്ടില്ല. ഓക്കെ, സ്ക്രീൻ ഷെയർ സീനില്ല തോന്നുന്നു കേട്ടോ. ഇത് സത്യത്തിൽ ബ്രൗസർക്ക് പോകേണ്ടതാണ്, എന്താണെന്നറിയില്ല, ഈ ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഇത് കലീൽ നെക്സലൊക്കെ ആണെങ്കിൽ നേരെ കറക്റ്റ് ബ്രൗസർക്ക് പോകാറുണ്ട്, ഇതിലെന്താണെന്ന് ഇങ്ങനെ അറിയില്ല. മീറ്റർ ബേസിൻ സെക്ഷൻ 1 ക്ലോസ് എന്ന് കാണിക്കുന്നു. സ്ക്രീൻ ഷെയർ റണ്ണിങ് കമാൻഡ് ഓപ്പറേഷൻ ടൈം ഔട്ടായി. ഇനി നമുക്കൊരു പ്ലെയിൻ പാലോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഡിവൈസിലോട്ട് ഇട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഞാനൊരു പാലോഡ് ക്രിയേറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, അത് ഇതായിട്ടുണ്ട്. ഞാൻ ഫയലൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ സാധനം എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഇവിടെ സാധനം ഉണ്ട്. എക്സ്പ്ലോയിറ്റ് കൊടുക്കാം. എക്സ്പ്ലോയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പേലോട് തൊട്ട് ഓക്കെ കൊടുത്തപ്പോൾ സെൻഡിങ് സ്റ്റേജസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മെട്രിസേഷൻ ഓപ്പൺഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ LS അടിക്കുമ്പോൾ ഓക്കെ വരുന്നുണ്ട്. ഓക്കെ, CD/SD കാർഡ് എടുത്ത് നോക്കാം. ഓക്കെ, ഞാൻ LS അടിച്ചു. ഗൈസ് കണ്ടോ, ഇപ്പോൾ നമുക്ക് SD കാർഡിലോട്ട് ആക്സസ് കിട്ടി. അതാണ് പറഞ്ഞത്, ഒരു ആപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾ നോക്കുക. അപ്പോൾ കണ്ടോ, ഇതിലെ ഡയറക്ടറീസ് മൊത്തം കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഓക്കെ CD ഓക്കെ ഇനി ഡെസ്കിൻ്റെ റെക്കോർഡിങ് 2 ഡയറക്ടറീസ് ഉണ്ട്. ഓക്കെ, ഇതിന് ബാക്ക് ഇറങ്ങാം. ഓക്കെ, CD എക്സെൻറ്റർ നോക്കാം. എക്സെൻറ്റർ ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ മാത്രം ഫയൽസ് ഒന്നുമില്ല. എന്തായാലും ഞങ്ങൾക്ക് കാണിച്ചു തരാൻ ഓക്കെ ഈ ആപ്പ് എന്നത് കയറ്റാം. ഓക്കെ, അതിനു വേണ്ടി ഡൗൺലോഡ് ആപ്പ് എന്നൊരു സ്ഥലം കൊടുക്കുക. എവിടേക്കാണ് കയറ്റേണ്ടത് വെച്ചാൽ ഹോം യൂസറിൽ കൊടുക്കാം. ഹോം യൂസറിൽ ഡെസ്ക്ടോപ്പ് കൊടുക്കാം. പറ്റുമോ നോക്കാം, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഓക്കെ, മിററിങ് ഡൗൺലോഡിങ്. ഓക്കെ, നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്കാണ് വരിക സാധനം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാബ്ലറ്റ് ഇപ്പോൾ അങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, കണ്ടോ ഇൻഷോട്ട് ഇവിടെ ഡൗൺലോഡ് ആകുന്നുണ്ട്. കൂടി ഡൗൺലോഡ് ഫെയിൽഡായി. പക്ഷെ ഇത് ഫുള്ള് കയറിയിട്ടില്ല തോന്നുന്നു. ഓക്കെ, ഫുള്ള് കയറിയിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ഡൗൺലോഡ് ആകുമെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പോൾ റെഡി ആവുമോ നോക്കാം നമുക്ക്. മിററിങ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ അപ്ലോഡ്, നമുക്ക് ഏതെങ്കിലും ഫയൽ ഇതിൽ നിന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് എന്ന് കൊടുത്താലും മതി. ഇനി ഈ ബിറ്റ് കോയിൻ എന്ന ആപ്പ് കയറ്റാം. ബിറ്റ് കോയിൻ ഇതിലില്ല. ബിറ്റ് കോയിൻ mod.app ഉള്ളത്. അല്ലെങ്കിൽ password.txt കയറ്റി വെക്കാം. ഓക്കെ, അത് ഇററായി. ഷോർട്ട് ഇവിടെ ഉണ്ട്, ഷിറർ എന്ന്. ഓക്കെ, പോട്ടെ, നമുക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് password.txt. no അപ്ലോഡ് password.txt എടുത്ത് അപ്ലോഡിങ് ആവുന്നുണ്ട്. യെസ് ഗൈസ്, അത് അപ്ലോഡ് ആയിട്ടുണ്ട്. പുള്ളി LS സെർച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, കാണാൻ കഴിയും. ഇവിടെ password.txt നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, പുള്ളി. ഓക്കെ, ഇനി നമുക്ക് ഹെൽപ്പ് എന്നടിക്കാം. നമുക്ക് ഇനി ആപ്പ് ഇൻസ്റ്റാളൊക്കെ ചെയ്യാൻ കഴിയും നമുക്ക്. പക്ഷേ ഓക്കെ, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഏതൊക്കെ ആപ്പ് ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പോൾ ഉള്ള ആപ്സ് നോക്കുക. ഇൻഷോട്ട് ഇപ്പോൾ ഇൻസ്റ്റാൾഡ് അല്ലല്ലോ. നമുക്ക് ആ ഇൻഷോട്ട് ഒന്ന് കയറ്റി വെക്കാം. ഓക്കെ, _ ഇൻസ്റ്റാൾ. ഇവിടെയാണ് SD കാർഡിൽ എക്സെൻറ്ററിലല്ലേ, എക്സെൻറ്ററിൽ ആപ്പ്. ഓക്കെ, റിക്വസ്റ്റ് ഡൺ. പൊളി, കണ്ടോ റണ്ണായതുണ്ടോ എടുത്ത സമയത്ത് തന്നെ. പക്ഷേ വൈൽ പാർസിങ് എററാണ്. പാർസിങ് എറർ വരുന്നുണ്ട് അതിന്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് അതിലുള്ള വേറെ ഏതെങ്കിലും ആപ്പ് നോക്കാം. സാപ്പി നോക്കിയാലോ. സാപ്പി ഇത് ആൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. പറ്റുന്നില്ല. പാക്കറ്റ് Zapier not found. Bitcoin mod.
ഓക്കെ, അതിനൊരു ബുദ്ധിയുണ്ട്. ഹെൽപ്പ് അടിച്ചാൽ മതി, നമുക്കിതിൽ ഉള്ള ലിസ്റ്റ് കിട്ടും. ആപ്പ് അണ്ടർസ്കോർ ലിസ്റ്റ് കിട്ടും. ഓക്കെ, ഇതിൽ ഏതാ ഡിലീറ്റ് ആക്കേണ്ടത് വെച്ചാൽ കൊടുത്താൽ മതി. ടിക്കെ ലോഗർ. ഓക്കെ, സാപ്പിയ ആപ്പ് അണ്ടർസ്കോർ അൺഇൻസ്റ്റാൾ Zapier not found. What bro? ഇതാണോ കൊടുക്കേണ്ടത്? റിക്വസ്റ്റ് ഡൺ, അതാണ് കൊടുക്കേണ്ടത്. Zapier പോയോ നോക്കാം. കണ്ടോ, ഡു യു വാണ്ട് ടു അൺഇൻസ്റ്റാൾ ദിസ് ആപ്പ്? ബട്ട് അത് ഓവറായല്ലോ, ഇങ്ങനെ വരുള്ളൂ, അല്ലാതെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യില്ല. അതിൻ്റെ ഓക്കെ നമ്മൾ കൊടുക്കണം, എന്നാൽ മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ ഗൈസ്. ഇത് ഷോക്കായില്ലേ? അല്ലാതെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണമായിരുന്നു. ആപ്പ് അണ്ടർസ്കോർ ഇൻസ്റ്റാൾ കൊടുത്തു നോക്കാം. ഫയൽ നോട്ട് ഫൗണ്ട്. സാപ്പി അതിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ സാപ്പി എവിടെ ഉള്ളത് നോക്കാം. ഇതിൽ കണ്ടിരുന്നു. നമുക്ക് ഈ ഒരു എനി ഡെസ്കിലുള്ളതൊന്ന് കയറ്റി നോക്കാം. ആപ്പ് ഇൻസ്റ്റാൾ SD കാർഡ് ഡൗൺലോഡ് എനി ഡെസ്ക്. മോഡ് നേരത്തെ നമ്മൾ കൊടുത്ത സമയത്ത് വന്ന് ഇൻസ്റ്റാൾ ചെയ്യണോ ചോദിച്ചു വന്ന്. ഓക്കെ, കണ്ടോ, കൊടുത്തപ്പോൾ വന്ന് സെറ്റ് ഫോർ യുവർ ഫോൺ ഈസ് നോട്ട് അൺ ഇൻസ്റ്റാൾ നോട്ട് ഫ്രം ദി സോഴ്സ്. കണ്ടോ, ഇൻസ്റ്റാളേഷൻ വന്ന്. പക്ഷേ നമ്മൾ കൊടുക്കണം നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ. ഇത് ഷോക്കായി പോയി. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, ആപ്പ് അണ്ടർസ്കോർ റൺ കഴിഞ്ഞാൽ സ്റ്റാർട്ട് മെയിൻ ആക്ടിവിറ്റി ഫോർ പാക്കേജ് റൺ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ആപ്പ് റൺ ചെയ്യിപ്പിക്കും. സ്കോൾ റൺ. യൂട്യൂബ് നോട്ട് ഫൗണ്ട് മാൻ. ആപ്പ് അണ്ടർസ്കോർ ലിസ്റ്റ് കൊടുക്കുക. യൂട്യൂബിൻ്റെ പേര് കണ്ടുപിടിക്കണം. യൂട്യൂബ്. ഓക്കെ, അപ്പോൾ com.android. അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഫയൽ നെയിം. ആപ്പ് അണ്ടർസ്കോർ റൺ യൂട്യൂബ്. ഗൈസ്, യൂട്യൂബ് സ്റ്റാർട്ടഡ്. അവിടെ യൂട്യൂബ് വന്ന് കണ്ടോ. നിറ റെക്കോർഡ് പോയി. ഒന്ന് സെർച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. സെർച്ച് ആപ്പ് അണ്ടർസ്കോർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിൽ ആ സംഭവം സെറ്റായി. ജിയോ ലൊക്കേറ്റ് നോക്കാം നമുക്ക്. ജിയോ ലൊക്കേറ്റ്. ഓക്കെ, ജിയോ ലൊക്കേറ്റ് കിട്ടുന്നുണ്ട്. കണ്ടോ, ഫോൺ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, ഇത് ഗൈസ്, ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പക്ക എക്സാക്റ്റ് നമ്മുടെ പക്ക ലൊക്കേഷനാണ് ഗൈസ്. ഇതിൻ്റെ ഒരു മെറ്റസ്പ്ലോയിറ്റിൻ്റെ ഒരു കിടുക്കാച്ചി ഫീച്ചറാണ്. ഓക്കെ, പക്ക അതേപോലെയാണ്. ഓക്കെ, ഞാൻ എന്തായാലും അതൊന്ന് റിമൂവ് ആക്കട്ടെ. ഞാൻ തന്നെ നെട്ടിപ്പോയി. എൻ്റെ പക്ക ലൊക്കേഷനാണ് അത് കിട്ടിയത്. ഓ ഗൈസീന്, ഇതൊരു കിടിലൻ ഫീച്ചറാണ്. ഇപ്പോൾ നമുക്കൊരു റിപ്പറിൻ്റെ ഫോണൊക്കെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജിയോ ലൊക്കേറ്റ് അങ്ങ് കിട്ടി കഴിഞ്ഞാൽ മോനെ പൊക്കി, തീർന്ന്. ഇത്രേ പറയുള്ളൂ. വേറെ ലെവല്. അതെനിക്കിഷ്ടമായി. സെൻഡ് SMS ഫ്രം. ഓക്കെ, സെൻഡ് ഓഡിയോ മോഡ്. നമുക്ക് ഓഡിയോ മോഡ് മാറ്റാം. ഓക്കെ, അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് കൊടുത്താൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ കാണിക്കാം. റിംഗർ മോഡ് ചെയ്യാം. സ്റ്റേഞ്ച് റേറ്റ് 1. അത് നമുക്ക് ഇനി കാളൊക്കെ വരണം. അതൊന്നും ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. ഇനി കാളൊക്കെ വരിപ്പിച്ച് ഡംബ് SMS നോക്കാം. SMS. ഇപ്പോൾ ആൻഡ്രോയിഡ് 8 ആയതുകൊണ്ടാണ് ഇത്ര സുഖത്തിൽ കാണിക്കുന്നത്. ഇതിൽ SMS ഒന്നും ഉണ്ടാവില്ല. നമ്പേഴ്സ് അണ്ടർസ്കോർ കോണ്ടാക്ട്സ് മേ ബി ഉണ്ടാകാം.
ഓക്കെ 35 കോണ്ടാക്ട്സ് ഉണ്ട്, അത് സേവ് ആയിട്ടുണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡംപ് കാൾ ലോഗ്, സ്കൂൾ കാൾ ലോഗൊന്നുമില്ല, ഇത് സിമ്മ് പോലും ഇല്ല, നമുക്ക് അറിയുന്നതാണ്. പിന്നെ പ്ലേ, ഒരു ഓഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഹൈഡ് ആപ്പ് ഐക്കൺ, കോണ്ടാക്ട്സ്, പിന്നെ സെൻഡ് SMS. ഇതിൽ സിമ്മൊന്നുമില്ല, അപ്പോൾ നമുക്ക് SMS സെൻഡ് ചെയ്യാൻ കഴിയില്ല. SMS ഇപ്പോൾ എങ്ങനെ ചെയ്ത് വെച്ചാൽ send_SMS കണ്ടോ, ഡെസ്റ്റിനേഷൻ്റെ നമ്പറിൽ -D കൊടുക്കുക, send_SMS കൊടുത്തിട്ട് -D, എത്രയാണ് നമ്പർ വെച്ചാൽ 1 2 3 4 എക്സാമ്പിൾ കൊടുത്താണ്, ആ നമ്പർ കൊടുക്കുക. എന്നിട്ട് -R വേണമെങ്കിൽ ഡെലിവറി റിപ്പോർട്ട് കിട്ടാനാണ്. -D കൊടുത്തിട്ട് നമുക്ക് എന്താണ് അടിക്കേണ്ടത് വെച്ചാൽ അവിടെ അടിച്ചു കൊടുത്ത് എൻ്റർ അടിച്ചാൽ ആ സാധനം അങ്ങ് പോകും. ഒക്കെ വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, കോഡ് മൈക്ക്, ഹലോ വെൽക്കം ടു ഹാക്ക് ഫയൽസ്. ഓക്കെ, നമ്മുടെ ഹോം യൂസറിൽ കയറിയിരിക്കണമെന്ന് കാണിക്കുന്നത് ആറിക്ക്, പക്ഷെ അത് കുറച്ച് സെക്കൻഡേ ഉള്ളൂ, അതിലുകൊണ്ട് വലിയ കാര്യമില്ല. ഹോം യൂസറിൽ ഇവിടെ ഇതാണ് നമ്മൾ കോണ്ടാക്റ്റ് ഡംപ് ചെയ്തത്. കോണ്ടാക്ട്സ് ഒക്കെ എടുത്താൽ തന്നെ മതി, കോണ്ടാക്ട്സ് ഒക്കെ എടുക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് റിപ്പേഴ്സിനൊക്കെ പിടിക്കാതാക്കണേ. ഇതാണ് ഓഡിയോ ഫയല്. കണ്ടു, 0 എത്രയേ ഉള്ളൂ. ഇനി വെബ് ക്യാം ചാറ്റ് പറ്റില്ല. വെബ് ക്യാം ലിസ്റ്റ് എടുക്കാം. ഓക്കെ, ലിസ്റ്റ് എടുത്താൽ 2 ക്യാമറ ഉണ്ട്, അങ്ങനെ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല. ഇനി വെബ് ക്യാം സ്നാപ്പ് അടിച്ച് നോക്കാം. വെബ് ക്യാം _snap സ്റ്റാർട്ടിങ് ഗോഡ് ഫ്രെയിം. ബ്ലാക്ക് ആയിട്ടാണ്, അത് ബാക്ക് ക്യാമറ ആകാം, അതുകൊണ്ടാണ്. ടാബ്ലറ്റ് ഇങ്ങനെ കിടക്കല്ലേ, അതുകൊണ്ടാണ്. വെബ് ക്യാം സ്നാപ്പ് -H എന്ന് കൊടുത്ത് ഞങ്ങൾക്ക് ക്യാമറ സെലക്ട് ചെയ്യാം. ഇൻഡെക്സ് ഓഫ് വെബ് ക്യാം ടു യൂസ് ഡിഫാൾട്ട് 1 ആണ്. പിന്നെ ക്വാളിറ്റി ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഓട്ടോമാറ്റിക് വീഡിയോ ചെയ്യിപ്പിച്ച്. ഓക്കെ, ഇനി നമുക്ക് വെബ് ക്യാം 2 എന്ന് കൊടുത്ത് നോക്കാം. 2 കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും. കോഡ് ഫ്രെയിം, വാട്ട് ഗൈസ്, ഫോൺ ഓഫായി കിടന്നിട്ടായിരിക്കും മാബി ബ്ലാക്ക് ടാബ്ലറ്റ്. ഇനി ഒന്ന് നോക്കൂ, ഇത് കിട്ടിയില്ലല്ലോ, ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇങ്ങനെ എടുത്ത് നോക്കാം. ഇപ്പോൾ കിട്ടി, കണ്ടോ? ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, പൊളി. ഈ വെബ് ക്യാം സ്നാപ്പ് 1 എന്ന് കൊടുത്താൽ ഫ്രണ്ട് ക്യാമറ ആയിരിക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ ആദ്യം നോക്കട്ടെ. ഓക്കെ, ഇൻ്റർവ്യൂഷൻ സെക്ഷൻ ഡൈഡ്. ഓ മൈ ഗോഡ്, ഡെഡായി ഗൈസ്. ഒന്നും കൂടി എക്സ്പ്ലോയിറ്റ് എന്ന് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. എത്ര തവണയാണ് തുടർന്ന് അപ്പൊക്കെ സെൻഡിങ് സ്റ്റേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇൻ്റർവ്യൂഷൻ സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എവിടെയായിരുന്നു നിന്നിരുന്നു? വെബ് ക്യാം സ്നാപ്പ് 1 ആണ് ഫ്രണ്ട് ക്യാമറ തോന്നുന്നു. ഫ്രണ്ട് ക്യാമറയും അങ്ങോട്ട് തിരിച്ച് വെക്കുന്നുണ്ട് ഞാൻ. കോഡ് ഫ്രെയിം, ഓ മൈ ഗോഡ് ഗൈസ്, ഇത് 1 ആക്കിയിട്ടും 2 ആക്കിയിട്ടൊക്കെ സെയിം ക്യാമറയാണല്ലോ. ഓക്കെ, അപ്പോൾ സെറ്റ്, അപ്പോൾ മനസ്സിലായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ ആണ് വേണ്ടതെങ്കിൽ -1 എന്ന് വെക്കണം. ഓക്കെ, അല്ല, ഫ്രണ്ട് ക്യാമറയാണ് വേണ്ടത് എങ്കിൽ -2 വെക്കണം. ബാക്ക് ക്യാമറ ആണെങ്കിൽ -1. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ നൈസ്. നമുക്കപ്പോൾ ഒന്നുകൂടി ഹെൽപ്പ് അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇനി വെബ് ക്യാം സ്നാപ്പ് വെബ് ക്യാം സ്ട്രീം നോക്കാം. വെബ് ക്യാം _stream ഇതൊക്കെ വർക്കിംഗ് ആണ്, നമ്മൾ ചെയ്തതാണ്. ബട്ട് ഇതിൽ കണ്ടോ, ബ്രൗസറിലോട്ട് പോകുന്നില്ല. ഇതിൻ്റെ j.html cj.html സാധാരണ ലിനക്സിലൊക്കെ ഞാൻ ചെയ്തപ്പോൾ നേരെ അതിലോട്ട് പോകുന്നുണ്ട്.
ഇതിൽ പോകുന്നില്ല. നമുക്ക് ഓപ്പൺ വിത്ത് ഫയർഫോഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലേയിങ് ആണ് കാണിക്കുന്നത്. കണ്ടോ, അങ്ങനെ ഡയറക്റ്റ് ഇതിലോട്ട് പോകുന്നതാണ്. ഇതിപ്പോൾ അതാണ് സ്ട്രീമിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. പ്ലേയിങ് സാധനം കാണുന്നില്ല. നെക്സ് ഒക്കെ ആണെങ്കിൽ വെയിറ്റിംഗ് ആണ്, ഇപ്പോൾ പ്ലേയിങ് അല്ല. കലീനക്സ് ഒക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് ആവുന്നുണ്ടായിരുന്നു, അതായത് പെട്ടെന്നല്ല, നേരെ ഫയർഫോഴ്സിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിരുന്നു. സ്ട്രീമിംഗ് എന്നാണ് കാണിക്കുന്നത്, പക്ഷേ വരുന്നില്ല. ശരി, ഓക്കെ. അപ്പോൾ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് ആകെ ഒരു കവർ ചെയ്യാനുള്ളത് ഇനി നമുക്ക് ആകെ കവർ ചെയ്യാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അതായത് മാനുവലി പാലോഡ് ബൈൻഡിങ് മാത്രമാണ് ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത്. അതും കൂടി കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ കഴിയും. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് ബൈൻഡ് ചെയ്യാം. അപ്പോൾ മാനുവലായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് വെച്ചാൽ ആപ്പിക്ക ടൂളാണ്. ആപ്പിക്ക ടൂൾ നമ്മൾ ഓട്ടോമാറ്റിക് ബൈൻഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാതെ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കോട്ട് അടിച്ചിട്ട് ആ ഓട്ടോമാറ്റിക് ബൈൻഡിങ് കൂടി കാണുക, എന്നിട്ട് മാത്രമേ ഇത് കണ്ടാൽ മനസ്സിലാകുള്ളൂ എന്നാണ് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മാനുവൽ ബൈൻഡിങ് ആണ്. മാനുവൽ ബൈൻഡിങ് എന്ന് പറയുമ്പോൾ 2 ആപ്പ് ഉണ്ട്. അതായത് ഒന്ന് പാലോഡും പിന്നെ ഒന്ന് ഒറിജിനൽ ആപ്പ്. അതായത് നമുക്ക് ഒറിജിനൽ ആപ്പിലോട്ടാണ് ഈ ഒരു പാലോഡിനെ കയറ്റേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ രണ്ടും പീസ് ആക്കും. അതായത് രണ്ടിനെയും ഓപ്പറേറ്റ് ചെയ്യും. ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് പാലോഡിൻ്റെ ഉള്ളിലുള്ളൊരു സാധനം എടുത്തിട്ട് നമ്മൾ എന്താണ് ചെയ്യുക, നമ്മുടെ ഒറിജിനൽ ആപ്പിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പറേറ്റ് ചെയ്തത് നമ്മൾ പൂട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മൾ ഡീകമ്പൈൽ ചെയ്യും, എന്നിട്ട് സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ആപ്പിനെ ബിൽഡ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിലൂടെ കവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 100% ആയിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ പറയാനുള്ളത്, ഈ വീഡിയോക്ക് ഇതുവരെ ലൈക്ക് അടിക്കാത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ആൻഡ് ദിസ് വീഡിയോ ഈസ് പ്യൂർലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 300 ലൈക്കാണ് നമ്മുടെ ഈ വീഡിയോയുടെ ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും മാക്സിമം അടിക്കാൻ, കൂടുതൽ ഡിലേ ആക്കി നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ Codisharan.apk എന്നൊരു ആപ്പിലോട്ടാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സിമ്പിൾ ആപ്പാണ്. ഓക്കെ, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ്റെ പോലുള്ളൊരു ആപ്പാണ്, പക്ഷേ ഇത് മലയാളമാണെന്നൊന്നും അറിയില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് കോടീശ്വരൻ എന്ന് കൊടുത്തതാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ റൂട്ടിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ LS അടിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും കാണുന്നില്ല. നമുക്ക് ഈ ആപ്സൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ റൂട്ടിലോട്ട് വരുത്താം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. CP കോടീശ്വരൻ APK ടു റൂട്ട്. ഓക്കെ, റൂട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഫൈനൽ എന്നൊരു APK, ഇത് നമ്മൾ നേരത്തെ കമാൻഡ്സ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പാലോഡായിരുന്നു. ഈ ഒരു പാലോഡ് നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ആ ഒരു സാധനവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇനിയാണ് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യണം. അതിനെ നമുക്ക് കീറി മുറിക്കണം. രണ്ടിനും കീറി മുറിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളത് ഫൈനലിൻ്റെ ഉള്ളത്തെ സാധനം എടുത്തിട്ട് നമ്മൾ കോടീശ്വരൻ്റെ ഉള്ളിലോട്ട് കയറ്റാൻ പോകുകയാണ്. ഒരു ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ പോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ടൂൾസ് എടുക്കണം. അപ്പോൾ ഇവിടെ APK ടൂളാണ് നമ്മുടെ ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആപ്പ് ഡീകമ്പൈൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് APK ടൂൾ D എന്ന് കൊടുത്താൽ മതി. D ചെയ്താൽ ഡീകമ്പൈൽ ചെയ്യും, ഷുവർ. ഇതിന് -F എന്ന് കൊടുക്കുക. -F എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഫയലാണോ ഏതിനെയാണോ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണോ അതാണ് -F ഇട്ട് കൊടുത്തതിന് ശേഷം അത് കൊടുക്കുക. അപ്പോൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ final.apk എന്ന് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പാത്ത് കൊടുക്കണം. ഇവിടെ തന്നെ ആയതുകൊണ്ട് final.apk മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞ് ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മാത്രം മതി. ഗൈസ്, നിങ്ങളുടെ സാധനത്തെ അവർ കീറി മുറിച്ച് പെട്ടിയിലാക്കി തരുന്നതാണ്. യെസ് ഗൈസ്, നമുക്ക് കീറി മുറിച്ച് പെട്ടിയിലാക്കി തന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയും ഫൈനൽ എന്ന്. ഇതിലാണ് നമ്മുടെ ആപ്പിൻ്റെ കാര്യങ്ങൾ മൊത്തം ഉണ്ട്. CD ഫൈനൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, നമുക്ക് അതിലോട്ടൊക്കെ പിന്നെ വരാം. ഓക്കെ, ഞാനിപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. LS അടിച്ചു. ഓക്കെ, ഇവിടെ എത്തി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫൈനൽ കീറി മുറിച്ചിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് കോടീശ്വരനും ഒന്ന് കീറി മുറിക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ യൂസ് ചെയ്ത കമാൻഡ് തന്നെ യൂസ് ചെയ്തിട്ട് ഇവിടെ കോടീശ്വരനാക്കി കൊടുത്താൽ മതി. ഓക്കെ, Codisharan.apk ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കമ്പൈൽ ചെയ്യാം, ഡീകമ്പൈൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെയും കീറി മുറിച്ച് പെട്ടിയിലാക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ, ഡീകോഡ് ചെയ്യുന്നുണ്ട് എല്ലാം. ഗൈസ്, ഗ്രീൻ സ്ക്രീൻ, യെസ് ഐ ആം ഹാക്കർ. ഗ്രീൻ സ്ക്രീൻ ഈസ് ഈക്വൽ ടു ഹാക്കർ.
യെസ് ഗൈസ്, അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഓക്കെ, LS അടിച്ചു. ഓക്കെ, ഒന്ന് ക്ലിയർ ചെയ്യുന്നു, LS അടിക്കുന്നു. ഓക്കെ, രണ്ടിനെയും കിറുമുറിച്ച് പെട്ടിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കോടീശ്വരൻ എന്നതാണ് codeiswaran.apk ഫയൽസൊക്കെ അതിനാണ് ഉള്ളത്. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത് ഗൈസ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പേലോഡിൻ്റെ ഉള്ളിലത്തെ സാധനമാണ് വരേണ്ടത്. പേലോഡ് ആണ് ഈ ഫൈനൽ എന്ന് പറയുന്നതാണ് നമ്മുടെ പേലോഡ്. നമുക്ക് ആ പേലോഡിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. CD ഫൈനൽ LS CD സ്മാളി എന്ന് കൊടുക്കാം. ഓക്കെ, സ്മാളിൻ്റെ ഉള്ളിലെത്തി, LS കൊടുത്തു, CD കോം കൊടുത്തു, CD മെറ്റസ്പ്ലോയിറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ബാക്ക് അടിക്കുന്നുണ്ട്, ക്ലിയർ അടിക്കാം, LS അടിക്കാം, മെറ്റസ്പ്ലോയിറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ. ഓക്കെ, കോമിലെത്തി കഴിഞ്ഞു. കോമിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് എത്താം. ഓക്കെ, എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഒരു ടെർമിനലും കൂടി എടുക്കുകയാണ്. sudo -i sudo -i ഗൈസ് റൂട്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിലുള്ളത് പറഞ്ഞാൽ പേലോഡാണ്. ഇത് പേലോഡിൻ്റെ ഫയൽ അതിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് കോടീശ്വരൻ്റെ ഉള്ളിലോട്ട് പോകാം. കോടീശ്വരൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കോടീശ്വരൻ്റെ സാധനം എന്ന് പറയുന്നത്. നമുക്ക് കോടീശ്വരൻ്റെ സ്മാളിൻ്റെ ഉള്ളിലോട്ട് കയറാം. സ്മാളി കയറി കഴിഞ്ഞിട്ട് കോമിൻ്റെ ഉള്ളിലോട്ട് കയറാം. കോമിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഇത്രയും ഫയൽസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ഈ ഒരു മെറ്റസ്പ്ലോയിറ്റ് എന്നൊരു ഫോൾഡർ മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കോപ്പി ചെയ്യാം. ഇപ്പോൾ കോപ്പി മെറ്റസ്പ്ലോയിറ്റ് നമുക്ക് ചിലപ്പോൾ ആവശ്യം എന്നിരിക്കാം. ഓക്കെ, CP മെറ്റസ്പ്ലോയിറ്റ് കൊടുത്തിട്ട് ഇതൊന്ന് ചുമ്മാ കോപ്പി ചെയ്യുക. നോ, CP -R കൊടുക്കുക, അതൊരു ഫോൾഡറാണ്. നോ 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 ഗൈസ്, കോടീശ്വരൻ സോറി റൂട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ റൂട്ട് ഒന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഓക്കെ, ഒന്ന് ക്ലിയർ ചെയ്യാം. LS അടിച്ചു. LS അടിച്ചപ്പോൾ നമുക്ക് ഇവിടെ മെറ്റസ്പ്ലോയിറ്റ് കാണുന്നുണ്ട്. ഓക്കെ, പൊളി. ഇനി നമുക്ക് ഈ ഒരു മെറ്റസ്പ്ലോയിറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാം. മെറ്റസ്പ്ലോയിറ്റിൻ്റെ ഉള്ളിൽ കയറി സ്റ്റേജിൻ്റെ ഉള്ളിൽ കയറി. ഓക്കെ, ഇവിടെ എത്തുന്ന സമയത്ത് കുറേ ഫയൽസ് ഉണ്ട്. നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഈ പേലോഡ് മാത്രം മതി. പേലോഡ്.smally എന്ന ഫയൽ മാത്രം മതി. ഇപ്പോൾ ഞാനൊന്ന് കോപ്പി ചെയ്യുന്നു. ഓക്കെ, RM ഇനി ഇതും കൂടി ഉള്ളൂ. ഓക്കെ ഓക്കെ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണും പേലോഡ്.smally മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം. ഓക്കെ, ഒന്ന് ക്ലിയർ ചെയ്യാം. ജസ്റ്റ് CD അടിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, CD കോടീശ്വരൻ. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പേലോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്തത്, അതായത് ഇപ്പോൾ പേലോഡിൽ നമ്മൾ രണ്ടും ഓപ്പറേറ്റ് ചെയ്ത് പേലോഡിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ എടുത്ത് കോടീശ്വരൻ്റെ അതായത് നമ്മുടെ ഒറിജിനൽ APKയിൽ നമ്മൾ കുത്തി നിറച്ച് സെറ്റാക്കി എല്ലാം പക്കാക്കി സാധനം ഇവിടെ വെച്ച് ഒരു വിക്ടിമിന് അയച്ചു കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ അവരാ തൊടുന്ന സമയത്ത്, അതായത് ആ ആപ്പിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ പ്ലേ സ്റ്റോർ ആണെങ്കിൽ ഏത് ആപ്പ്, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഏതാണെങ്കിലും നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെനുവിൽ അതിനൊരു ലോഗോ കാണാം. ആ ലോഗോമ നിൽക്കുന്ന സമയത്ത് തന്നെ, അതായത് അതിൻ്റെ ലോഗോമ നിൽക്കുന്ന സമയത്ത് തന്നെ അറ്റ് എ ടൈം തന്നെ ഒരു ഫംഗ്ഷൻ കാൾ ചെയ്യും. അതായത് നമ്മുടെ ആപ്പ് ഫസ്റ്റ് എന്താണ് വരേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള മെയിൻ കാര്യങ്ങൾ, അതായത് മെയിൻ ഫംഗ്ഷൻ അവിടെയാണ് അപ്പോഴാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു തൊടുന്ന സമയത്ത് തന്നെ നമ്മുടെ പേലോഡും വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു മെയിൻ ഫംഗ്ഷൻ വിളിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ ഈ ഒരു പേലോഡ് വിളിക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നത് സിമ്പിളാണ്. ഏതൊരു സ്ക്രിപ്റ്റ് എടുക്കുകയാണെങ്കിലും അതിലെ മെയിൻ ഫയലായിരിക്കും ആദ്യം, മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും ആദ്യം കാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഇത് സെറ്റപ്പ് ചെയ്യാം. അതിൽ നമുക്ക് എന്താണ് പേലോഡും കാൾ ചെയ്യണം. അതിപ്പോൾ പേലോഡ് എന്നല്ല, ഏതൊരു ആപ്പും ഫസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാകും. അവിടെ നമ്മൾ ഈ ഒരു പേലോഡിൻ്റെ സംഭവം കൂടി റൺ ചെയ്യാനുള്ള ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക്
ഈ ഒരു ആൻഡ്രോയിഡ് മാനിഫെസ്റ്റാണ് നമുക്ക് ചെയ്യേണ്ടത്. ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഇതിപ്പോൾ ഒറിജിനൽ ഫയലാണ്, ഒറിജിനൽ ആപ്പിൻ്റെ ഉള്ളിലാണ്. ഇത് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് .xml എന്നത് എല്ലാ ഒരു ആൻഡ്രോയിഡ് ഇതിലും ഉണ്ടാകും. അപ്പോൾ ഇതിലായിരിക്കും പെർമിഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ കഴിയും എവിടെയാണ് ആ മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് വിളിക്കുന്നത് എന്നൊക്കെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ കൊടുത്ത സമയത്ത് നമുക്ക് കാണാൻ കഴിയും കുറേ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ താഴോട്ട് ഇങ്ങനെ വരിക. ഓക്കെ, ഇതിൽ ആക്ടിവിറ്റി എന്നൊരു ടാഗിൻ്റെ ഉള്ളിലായിരിക്കും അതുണ്ടാകുക. ഓക്കെ ഓക്കെ ഈ ഒരു ആക്ടിവിറ്റി നോക്കുക. ഓക്കെ, ഈ ഒരു ആക്ടിവിറ്റിയാണ് കണ്ടോ, ഈ ഒരു ആക്ടിവിറ്റീൻ്റെ ടാഗിൻ്റെ ഉള്ളിലാണ് സംഭവം ഉള്ളത്. ഓക്കെ, കണ്ടോ ഇവിടുന്ന് ഇത്രയാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആൻഡ്രോയിഡ് ഈസ് ടു നെയിം ഇതുപോലെ ആൻഡ്രോയിഡ് ഈസ് ടു നെയിം ഈസ് ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടുള്ളത് അതായിരിക്കും ഫസ്റ്റ് ഇതാകാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ com.unity3d.player.unityplayer ആക്ടിവിറ്റി ഇതാണ് ആദ്യം കാൾ ചെയ്യാൻ പോകുന്ന സംഭവം. ഇതാണ് ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും, ഇതിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലാണ് നമ്മുടെ സംഭവം വിളിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു സംഭവം മനസ്സിലാക്കിയാൽ മതി. ആൻഡ്രോയിഡ് ഈസ് ടു നെയിം എല്ലാത്തിലും ഇതുപോലെ തന്നെ ആയിരിക്കും. ആൻഡ്രോയിഡ് ഈസ് ടു നെയിം എന്നതിൽ കൊടുക്കുന്നതിലായിരിക്കും അതിൻ്റെ മെയിൻ ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചേഞ്ച് വരുത്തിയാൽ മതി. ഓക്കെ അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സംഭവം ഒന്ന് നോക്കി വെക്കുക. com.unity3d player ഇതിലാണ് കിടക്കുന്നത്. ഓക്കെ നമ്മൾ LS അടിച്ച് CD സ്മാളി അടിച്ചോ. കൂടുതലും സ്മാളിലാണ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ഇതിലുണ്ടാ നോക്കാം. CD കോമിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കോം അടിച്ച് നോക്കാം. കോം അടിച്ചപ്പോൾ Unity3D. ഓക്കെ, Unity3D ഇവിടെ ഉണ്ട്. Unity3D അടിച്ചു, LS അടിച്ചു. ഓക്കെ, പ്ലെയറാണ് അവിടെ ഉണ്ടായിരുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ പ്ലെയർ ഇല്ല, സർവീസസ് ആണ്. അപ്പോൾ ഇതിലല്ല സാധനം ഉള്ളത്. ഓക്കെ അപ്പോൾ സ്മാളിയിൽ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് സ്മാളി അണ്ടർസ്കോൾ ആസറ്റ്സിൽ നോക്കാം. സ്മാളി അണ്ടർസ്കോൾ ആസറ്റ്സിൽ നോക്കാം. ഓക്കെ, LS അടിച്ചു. ഓക്കെ സ്മാളി ഡോട്ട് ആസറ്റ്സിലല്ല, സ്മാളി ക്ലാസസ് 2ൽ നോക്കാം. അതിലാണ് ഉണ്ടാവുക. CD സ്മാളി ക്ലാസസ് 2 കൊടുത്തു. LS അടിക്കാം. LS അടിക്കുന്ന സമയത്ത് നമുക്ക് കോമിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കിയപ്പോൾ അപ്പോൾ കോമിൻ്റെ ഉള്ളിലോട്ട് പോകാം. അവിടെ Unity3D ഉണ്ടായിരുന്നു. ഓക്കെ, Unity3D കൊടുത്തു. ഓക്കെ, അതിൽ പ്ലെയർ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ പ്ലെയർ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത് തന്നെയാണ്. ഓക്കെ, പ്ലെയർ കൊടുത്തു. അപ്പോൾ ഇതിൽ കുറേ ഉണ്ട്. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് വേണ്ടത് വെച്ചാൽ പ്ലൂമ കൊടുത്തിട്ട്, പ്ലൂമ ഒന്നുമല്ല, പ്ലൂമ ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാം. നാനോ ആണെങ്കിൽ നാനോ യൂസ് ചെയ്യാം, Gedit ആണെങ്കിൽ Gedit യൂസ് ചെയ്യാം. അവിടെ പ്ലൂമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പ്ലൂമ കൊടുത്തിട്ട് നമുക്ക് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഏതാണ്, യൂണിറ്റി പ്ലെയർ ആക്ടിവിറ്റി .smali ആണ്. ഓക്കെ ഗൈസ്, ഇതാണ് ഈ ഒരു ഫയലാണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് വിളിക്കുന്നത് വെച്ചാൽ എല്ലാത്തിലും ഉള്ളതാണ്. ഒരു ആൻഡ്രോയിഡിൻ്റെ അടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും ഓൺ ക്രിയേറ്റ് ഫംഗ്ഷൻ. അതിലായിരിക്കും മെയിനായിട്ട് കാൾ ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ ഓൺ ക്രിയേറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇതിലാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വിളിക്കാനുള്ള കമാൻഡ് ഇവിടെ കൊടുക്കാം. ഇൻവോക്ക് സ്റ്റാറ്റിക് ആണ്. ഇൻവോക്ക് സ്റ്റാറ്റിക് ഇവിടെ P0 എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ Landroid അണ്ടർസ്കോൾ Landroid അല്ല കേട്ടോ, നമ്മുടെ പേലോഡിൻ്റെ സ്ഥലമാണ് കൊടുക്കേണ്ടത്. എൽകോമിലാണ് നമ്മുടെ ഈ എൽകോം Landroid അല്ലെങ്കിൽ Landroid എന്തോ ആയിക്കാം. ഈ ഒരു ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പാത്ത് കൊടുക്കാം. കോമിൽ മെറ്റസ്പ്ലോയിറ്റ്. ഈ ഒരു ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതെന്താ വെച്ചാൽ നമ്മൾ പേലോഡിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു സാധനം ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഓക്കെ, ഇതാണ് പേലോഡിൻ്റെ ആപ്പ്. ഓക്കെ, നമ്മൾ നേരത്തെ ഈ ഒരു മെറ്റസ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അതായത് ഈ കോമിൻ്റെ ഉള്ളിലത്തെ മെറ്റസ്പ്ലോയിറ്റ് എന്ന സാധനം മൊത്തമായിട്ട് നമ്മൾ മൂവ് ചെയ്ത്, എന്നിട്ട് നമ്മളത് അതിലെ പേലോഡ്
സ്മാളി മാത്രമാണ് വെച്ചത്, ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. അതായത് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കാണിച്ചു തരാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചോദിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഇതിൻ്റെ ഒറ്റക്കായിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. കുറേ പേര് ചോദിക്കുകയാണെങ്കിൽ മാത്രം ചെയ്യുള്ളൂ. ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യില്ല. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വീഡിയോ വീണ്ടും കാണുക, എന്നിട്ട് മാത്രം ഡൗട്ട് ചോദിക്കുക. ഓക്കെ, അതായത് CD കോടീശ്വരൻ, CD സ്മാളി. ഓക്കെ, ഇതിൽ നമ്മൾ എവിടെയാണ് കൊടുത്തത്? CD കോമിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എന്താണ് ഈ ഒരു മെറ്റസ്പ്ലോയിറ്റ് എന്ന സാധനം കൊടുത്തത്. ഓക്കെ, ആ ഒരു പാത്താണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കോം മെറ്റസ്പ്ലോയിറ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കുക, ആ ഒരു പാത്താണ് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് വേറൊരു ഡൗട്ടുണ്ട്, മേ ബി ഒരു ഇറർ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ സ്മാളിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇത് സ്മാളി 2 ക്ലാസ്സസിലാണ് ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ മിക്കവാറും അതിലോട്ട് തന്നെ മാറ്റേണ്ടി വരും. CD കോം എടുക്കാം, നമുക്ക് മൂവ് ചെയ്യാം, 2-ലിട്ട് വെക്കാം ഇപ്പോൾ തൽക്കാലം. ഓക്കെ, CD മെറ്റസ്പ്ലോയിറ്റ് മേ ബി വർക്കായില്ലെങ്കിലോ. ഓക്കെ, CP മെറ്റസ്പ്ലോയിറ്റ് ഇൻറ്റു റൂട്ട് കോടീശ്വരനിൽ എവിടെയാണ്? കോടീശ്വരനിൽ സ്മാളി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു മെയിൻ ഫയൽ കണ്ടുപിടിച്ചത് വെച്ചാൽ സ്മാളി _ ക്ലാസ്സസ് 2ൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഈ ഒരു മെയിൻ ഫയൽ കണ്ടുപിടിച്ചത്. അതായത് ഈ ഒരു ഫയൽ സാധാരണ ഇത് സ്മാളിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവാറ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം എടുത്ത് സ്മാളിയിലോട്ട് ഇട്ടത്. ഓക്കെ, ഇനി എനിക്ക് സ്മാളി, അപ്പോൾ ഈ ഫയലും മെയിൻ ഫയലിലായതുകൊണ്ട് തന്നെ കോം _ എന്നാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ മേ ബി ഇതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ഇടുന്നത് ഇപ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അതീത്തുള്ള സാധനം ഇതിലോട്ടൊന്ന് കോപ്പി ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാക്കുക, വേറെ ഒന്നും ഇല്ല. ഓക്കെ, സ്മാളി 2 ക്ലാസ്സസിൽ കോമിലോട്ട് മാറ്റണം. കോമിലോട്ട് CP -R കൊടുക്കാം. ഓക്കെ, നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ട്. CD സ്മാളി പ്ലസ് കൊടുത്ത് CD കോം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ മെറ്റസ്പ്ലോയിറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളെ മെറ്റസ്പ്ലോയിറ്റ് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ വെറുതെ കഴിഞ്ഞൊരു ഇറർ വരുത്തിയ സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അതിലോട്ടും കൂടി കോപ്പി ചെയ്തത്. മിക്കവാറും അതിൽ തന്നെ ആയിരിക്കും, സ്മാളിൻ്റെ ഉള്ളിൽ വേണ്ടി വരില്ല. ഇനി അതിലില്ല എന്നതുകൊണ്ട് മാറണ്ട. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക, എവിടെയാണ് വേണ്ടത് വേണ്ടാത്തത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ 2-ലും ഇടുന്നുണ്ട്, 2-ലും ഇട്ടുണ്ടോയെന്ന് സീന് വരില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, സ്മാളിൽ ഒഴിവാക്കിയിട്ടും അങ്ങനെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എൽകോമിൽ മെറ്റസ്പ്ലോയിറ്റിലാണുള്ളത്. മെറ്റസ്പ്ലോയിറ്റിൽ സ്റ്റേജിൽ പേലോഡ് എന്നാണ് പേര് അല്ലേ? മെറ്റസ്പ്ലോയിറ്റിൽ സ്റ്റേജിൽ പേലോഡ്. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു ഇതിട്ടിട്ട് ഓൺ ക്രിയേറ്റ്. ഓക്കെ, ഓൺ ക്രിയേറ്റ് ഇടുമ്പോൾ C ക്യാപിറ്റലാണ്, ക്യാമൽ കേസിലാണ്, ശ്രദ്ധിക്കുക. എന്നിട്ട് ആൻഡ്രോയിഡ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കൊടുക്കേണ്ടത് കണ്ടൻറ്റ് കോണ്ടസ്റ്റ് ആണ്. കോണ്ടസ്റ്റ് കൊടുക്കുന്ന സമയത്ത് കോണ്ടസ്റ്റിൻ്റെ C ക്യാപിറ്റലാണ്. ഓക്കെ, കോണ്ടസ്റ്റ് കൊടുക്കുക, അത്ര മതി. ഓക്കെ, ഇത് കൊടുത്തിട്ട് ഒരു ക്യാപിറ്റൽ V ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സെറ്റാണ്. ഒന്നും കൂടി നോക്കാം. ഇൻവോക്ക് സ്റ്റാറ്റിക് കൊടുത്തിട്ട് B0 കൊടുത്തു. ഓക്കെ, ശരിയല്ല, C തെറ്റിയാൽ പിന്നെ നമുക്ക് തന്നെയാണ് പണി. ഓക്കെ, കോം ഇട്ടിട്ട് മെറ്റസ്പ്ലോയിറ്റ് സ്റ്റേജ് പേലോഡ് കൊടുത്ത് സിമ്പിൾ ഓൺ ക്രിയേറ്റ് ആൻഡ്രോയിഡ് കോണ്ടാക്ട് കോണ്ടസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് സെറ്റാണ്. ഞാൻ ഒന്ന് സേവ് ചെയ്താൽ മതി. ഓക്കെ, സേവ് ചെയ്തിട്ട് കൺട്രോൾ X നിൽക്കുക. ഇവിടെ Ctrl X ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ചെയ്തു. നമുക്ക് CD ഒന്ന് കൊടുക്കാം, ക്ലിയർ ചെയ്യാം. CD കൊടുത്ത് കോടീശ്വരൻ്റെ ഉള്ളിലോട്ട് ഒന്നും കൂടി കയറാം. ഓക്കെ, ഞാൻ കയറിയിട്ടുണ്ട്.
കോഡീശ്വരനുള്ളിൽ കയറി ഇനി നമുക്ക് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ടിലോട്ട് ഒന്നും കൂടി കയറാം. പ്ലൂമ. ഓക്കെ, ഇതിലോട്ട് കയറി. ഇനി നമുക്കിതിൽ ഇപ്പോൾ ഈ ഒരു പേലോഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല, അതായത് അൺഡിറ്റക്റ്റബിൾ ആക്കിയിട്ടില്ല. മേ ബി നല്ല മിക്കവാറും നമ്മുടെ ഗൂഗിൾ പ്രൊട്ടക്ഷൻ കണ്ടുപിടിക്കും. ഓക്കെ, പിന്നെ ഇപ്പോൾ കണ്ടുപിടിക്കാതിരിക്കാൻ മാക്സിമം ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ്സ് പെർമിഷൻ വെക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പെർമിഷൻസ് ഒക്കെ റിമൂവ് ചെയ്ത് കളയുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ആവശ്യമില്ലാത്തത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ചിലപ്പം ആപ്പ് ക്രാഷ് ആവാതിരിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ആവശ്യമുള്ളതും ഇതിലുണ്ട്, ആവശ്യമില്ലാത്തുണ്ടെങ്കിൽ ഇതിലോട്ട് ഇടുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേഷൻ വരരുത്. ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ നോക്കുക. ഓക്കെ, പിന്നെ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പേലോഡിൻ്റെ, ഓക്കെ ഇതല്ല പേലോഡിൻ്റെ ഇതെടുക്കാം. ഓക്കെ, ഇതിൽ നിന്ന് LS അടിച്ചിട്ട് ഓക്കെ ഇതിൻ്റെ ഒരു ആൻഡ്രോയിഡ് മാനിഫെസ്റ്റും ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 2 ബ്ലൂം ഒപ്പം തുറക്കാൻ പറ്റില്ല. ശോകം. ഓക്കെ, ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഏതാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ആ ഒരു എന്തൊക്കെ പെർമിഷൻ വേണം വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ റീഡ് റൈറ്റ് ഈ ഒരു സംഭവങ്ങൾ, ക്യാമറ ആക്സസ്, ഓട്ടോ ഫോക്കസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു ഇത് മൊത്തം ഒന്ന് എടുക്കാം. ഇതിൽ ആവശ്യമില്ലാത്ത വെറുതെ നിങ്ങൾക്ക് യൂസ് ഇല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക മാക്സിമം. അത്രക്കും അൺഡിറ്റക്റ്റബിൾ ആകും. ഓക്കെ, ആ കാര്യം ഒന്ന് നോക്കുക. പിന്നെ അത്രമാത്രം ചെയ്തിട്ട് അൺഡിറ്റക്റ്റബിൾ ഒന്നും ആവില്ല, 10ൽ മിക്കവാറും പിടിക്കും. അപ്പോൾ അതിന് എൻകോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ കോപ്പി ചെയ്തതൊന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഒന്ന് സ്പേസിലുണ്ട്, നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മനസ്സിലാകും നമ്മുടെ ഏതാണെന്ന്. ഓക്കെ, ഇതിലിപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത് ഏതും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പോൾ നമുക്ക് ഇതൊന്ന് ബിൽഡ് ചെയ്യാം. കണ്ടിട്ട് തോന്നുന്നില്ല, ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ എറർ വരും. ഓക്കെ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഇല്ല, ഡൗട്ടുള്ളത് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, കണ്ടോ റൈറ്റ് സെറ്റിങ്സ് 2 ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. UI.Android സെറ്റിങ്സ് കുറേ ഉണ്ടല്ലോ. Oppo.Launcher, Huawei.Launcher, ഇതെന്തോ ഓരോ ഫോണിനും ഇങ്ങനെയായിട്ടുണ്ടല്ലോ കുറേ. ഓക്കെ, അപ്പോൾ ഇല്ലാതെ അപ്പോൾ നമുക്കിന്ന് ക്ലോസ് ചെയ്യാം. സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ആപ്പ് കോഡീശ്വരനൊന്ന് ഓപ്പറേഷൻ ചെയ്തത് നമുക്ക് ഇനി സ്റ്റിച്ച് ഇടണം. ഇനി അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അത് APK ടൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. APK ടൂൾ B എന്ന് കൊടുത്താൽ മതി. B മീൻസ് ബിൽഡ് ചെയ്യാനാണ്, അതായത് കോഡീശ്വരനാണ് ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, APK ടൂൾ B കോഡീശ്വരൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബിൽഡ് ആകുന്നുണ്ട്, എന്താകും എന്ന് കണ്ടറിയാം ഗൈസ്. സെറ്റ് ആയിട്ടുണ്ട്. APK അത് ബിൽഡ് ആയിട്ടുണ്ട്, പൊളി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് LS അടിച്ച സമയത്ത് കോഡീശ്വരൻ.APK എന്ന നമ്മൾ ബിൽഡ് ചെയ്ത ഫയല് ഇതല്ല, അത് കിടക്കുന്നത് വെച്ചാൽ ഈ ഒരു കോഡീശ്വരൻ്റെ ഉള്ളിലായിരിക്കും കിടക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്ത ഫയൽ ഇവിടെ നോക്കാം. CD കോഡീശ്വരൻ അടിച്ച് LS അടിക്കാം. ഇതിൽ നമുക്ക് APK പുതിയ ഫയൽസൊക്കെ കാണാൻ കഴിയും. ഓക്കെ, ഇതിൽ ഡിസ്റ്റിലാണ് ഉണ്ടാകുക. ഓക്കെ, CD ഡിസ്റ്റ് എന്ന് അടിക്കാം. ഓക്കെ, CD ഡിസ്റ്റ് അടിച്ച് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇവിടെ കോഡീശ്വരൻ.APK എന്ന് കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ ആപ്പ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ആ പേലോഡ് മാനുവലി ബൈൻഡ് ചെയ്തിട്ടുണ്ട്. കോഡീശ്വരൻ.APK എന്ന ഒറിജിനൽ ഇതിലോട്ട് നമ്മൾ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആകില്ല, ആപ്പ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കും. ഓക്കെ, അത് കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് നമ്മൾ ബിൽഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നമ്മൾ സൈന് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് സൈന് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സൈന് ചെയ്താൽ മാത്രമേ അതൊരു വെരിഫൈഡ് ആവുകയുള്ളൂ. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ആൻഡ്രോയിഡിലൊക്കെ അത് ഇൻസ്റ്റാൾ ആകുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. അതിന് ഞാൻ CD എന്ന് അടിക്കുന്നുണ്ട്. ഇപ്പോൾ റൂട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കാണാൻ കഴിയും, റൂട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു കീ ജനറേറ്റർ ഒന്ന് ജനറേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒരു കീ ടൂൾ യൂസ് ചെയ്യാം. കീ ടൂൾ
എന്ന് കൊടുക്കുക. എന്നിട്ട് -gen key എന്ന് കൊടുക്കുക. അപ്പോൾ ആ കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. -V എന്ന് കൊടുക്കുക. പിന്നെ കീ സ്റ്റോർ, അതായത് കീ സ്റ്റോർ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, കീ സ്റ്റോർ. പിന്നെ സ്ഥലം കൊടുക്കുക. ഞാൻ റൂട്ടിൽ കൊടുക്കാം. റൂട്ടിൽ key store എന്ന് കൊടുത്താൽ മതി. key store. ഓക്കെ, അപ്പോൾ അത് കീ സ്റ്റോർ റൂട്ടിൽ സേവ് ചെയ്യുന്നതാണ്. പിന്നെ ആലിയാസ് എന്ന് കൊടുക്കാം. ആലിയാസ് കൊടുത്തിട്ട് നമുക്ക് എന്തും കൊടുക്കാം. ഞാനിവിടെ ആസ്ട്ര എന്നാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും പേര് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കീ ആൽഗ് എന്ന് കൊടുക്കാം. കീ ആൽഗ് എന്താണ്, RSA ആണ്. പിന്നെ കീ സൈസ് സാധാരണ കൊടുക്കൽ 2048 സാധാരണ കൊടുക്കാറ്. ഓക്കെ, മൈനസ് കീ സൈസ് 2048. പിന്നെ വാലിഡിറ്റി നമ്മൾ 1000 കൊടുക്കാം. ഓക്കെ, എൻ്റർ അടിക്കുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് ചോദിക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആസ്ട്ര എന്നാണ് കൊടുക്കുന്നത്. ആസ്ട്ര എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ പാസ്വേഡ്. അപ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ആസ്ട്ര കൊടുത്ത് സെയിം അല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആസ്ട്ര കൊടുത്തു. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം? ആസ്ട്ര, അതെന്തും വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ ഓർഗനൈസേഷൻ? ഹാക്ക് ഫയൽസ്. Okay, what is the name of your hack files? Anonymous. HP hack files. Yes. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ ഇതിൽ സേവ് ചെയ്തിട്ട് നമുക്ക് LS അടിച്ച് കഴിഞ്ഞാൽ key store കാണാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആപ്പ് എന്താണ് സൈൻ ചെയ്യാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് CD കോഡീശ്വരനിലോട്ട് പോകാം. CD കോഡീശ്വരൻ LSD CD ഡിസ്റ്റ്. ഓക്കെ, അവിടെ നിന്ന് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് സുഖമാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളിങ്ങനെ കൊടുത്ത് ഇപ്പോൾ കോഡീശ്വരൻ.apk മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജാർ സൈനർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജാർ സൈനറാണ്. ഓക്കെ, നമുക്ക് വെർബോസ് ഉണ്ടായിക്കോട്ടെ. അപ്പോൾ -verbose എന്ന് കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ഓക്കെ, അത് കൊടുത്ത് നമുക്ക് SHA-1 വിത്ത് RSA കൊടുക്കാം. SHA-1 വിത്ത് RSA. അപ്പോൾ SHA-1 കൊടുക്കുന്ന സമയത്ത് SHA-1 RSAയും ക്യാപിറ്റലിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ ഡൈജസ്റ്റ് എന്ന് കൊടുക്കാം. ഡൈജസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി SHA-1 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റലിലാക്കാം. ഓക്കെ, ഇനി കീ സ്റ്റോർ. നമ്മുടെ കീ സ്റ്റോർ എവിടെയാണുള്ളത് അതിൻ്റെ സ്ഥലം കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കീ സ്റ്റോർ എന്ന് എഴുതാം. നമുക്കറിയാം റൂട്ടിലാണ്. റൂട്ടിൽ കീ സ്റ്റോറാണ്. ഓക്കെ, ഇനി നമ്മുടെ ആപ്പിൻ്റെ പേര് കൊടുക്കാം. കോഡീശ്വരൻ.apk. ഓക്കെ, ഇത്ര കൊടുത്താൽ മതി. പ്ലീസ് സ്പെസിഫൈ ആലിയാസ് നെയിം എന്നുണ്ട്. ഓക്കെ, ആലിയാസ് നെയിം ഇവിടെ ഞാൻ കൊടുത്ത ആസ്ട്ര ആയിരുന്നു. അപ്പോൾ ഇവിടെ ആസ്ട്ര എന്ന് കൊടുക്കാം. ആസ്ട്ര കൊടുത്തപ്പോൾ പാസ് കൊടുക്കും ചോദിച്ചാൽ നമ്മൾ നേരത്തെ കൊടുത്ത പാസ് ഇവിടെ ഒന്നുകൂടെ എടുക്കാം. ആസ്ട്ര ഞാൻ അടിച്ചു. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ആവുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം സൈൻ ആയിട്ടുണ്ട്. ഓക്കെ, സെൽഫ് സൈൻ ഉണ്ട്. കുറച്ച് വാണിംഗ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് സീനില്ല. സെക്യൂരിറ്റി റിസ്ക് വിൽ ബി ഡിസേബിൾഡ് ഇൻ എ ഫീച്ചർ അപ്ഡേറ്റ്. ഓക്കെ, കാണിക്കുന്നുണ്ട്. സീനില്ല. ഞാനൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സിപ്പ് അലൈൻ വെച്ചിട്ട് ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഒപ്റ്റിമൈസ് ആക്കാം. ഓക്കെ, സിപ്പ് അലൈൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആപ്പ് കുറച്ചും കൂടി ഒരു എഫിഷ്യൻ്റ് ആയിട്ട് കുറച്ചും കൂടി സ്മൂത്ത് ആവാൻ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിപ്പ് അലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിപ്പ് അലൈൻ യൂസ് ചെയ്യാം. ഓക്കെ, സിപ്പ് അലൈൻ -v4 കോഡീശ്വരൻ.apk കൊടുത്ത് എന്നിട്ട് എന്തെങ്കിലും പേര് കൊടുക്കാം. സൈനഡ്.apk അല്ലെങ്കിൽ കോഡീശ്വരൻ എന്ന് കൊടുത്താൽ മതി. എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, .apk. ഓക്കെ, വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ LS അടിക്കുന്ന സമയത്ത് കോഡീശ്വരൻ.apk എന്ന് കാണാൻ കഴിയും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഓട്ടോമാറ്റിക്കലി ബൈൻഡ് ചെയ്ത് ചെക്ക് ചെയ്ത സമയത്ത് ചെയ്ത പോലെ തന്നെ ഇത് വിക്ടിമിന് അയച്ചു കൊടുക്കുക. ഓപ്പൺ VPN സെറ്റാക്കുക. എന്നിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം മനസ്സിലായി. ഓക്കെ, ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് APK ഇൻസ്റ്റാൾ ആകുന്നതാണ് ഷുവറായിട്ട്. Android 10 ആണെങ്കിൽ എന്തായാലും ഷുവറായിട്ട് നമ്മുടെ പ്രൊട്ടക്റ്റ് ഡിക്റ്റേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ മാത്രമാണ്. ഡോണ്ട് ട്രൈ ദിസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ
ഇത്രയും കാര്യങ്ങളുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ. അതായത് നമ്മുടെ ഈ ഒരു മെറ്റസ്പ്ലോയിറ്റ് സീരീസിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കവർ ചെയ്യാത്തത് ഉണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇമേജിൽ ബൈൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇമേജിൽ ബൈൻഡ് ചെയ്യുന്നത് ഇനി ആൻഡ്രോയിഡ് ആണോ വെച്ചിട്ട് ഡൗട്ട് അടിക്കേണ്ട, ആൻഡ്രോയിഡിൽ ചെയ്യാൻ കഴിയില്ല. ആ കാര്യം ഞാൻ നമ്മുടെ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 കാണാതെ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും പറയുന്നത് പാർട്ട് 1 കാണി, നിങ്ങൾക്ക് വേർത്തായാണ്. ഓക്കെ, പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഫസ്റ്റത്തെ വീഡിയോ കുറച്ച് മണിക്കൂറുണ്ട്, അപ്പോൾ ഈ വീഡിയോ കുറച്ച് മണിക്കൂറുണ്ട്. ഓക്കെ, എത്ര മണിക്കൂറുണ്ടെന്ന് എനിക്കറിയില്ല, എഡിറ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ഞാനിപ്പോൾ 2.5 ദിവസത്തിൻ്റെ എഫോർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് അത്രയ്ക്കും എഫോർട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് അത്രയ്ക്കും എഫോർട്ട് എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആകെ ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ ലൈക്ക് ബട്ടൺ അടിക്കുക എന്നാണ്. ഓക്കെ, ഇതുവരെ ലൈക്ക് അടിക്കാൻ പിശുക്ക് കാട്ടി ഇനിയും നിൽക്കുന്നുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് വീഡിയോക്കാണ് ലൈക്ക് കൊടുക്കുക ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ ഇതുവരെ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക ഗൈസ്. പിന്നെ ഒരു സീൻ പറ്റി എന്താ വെച്ചാൽ, ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെബ്കാം സ്ട്രീമൊക്കെ കാണിച്ചു തരേണ്ടതെന്ന്. ഒക്കെ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് 4 ദിവസം മുന്നെയാണ്. 2 ദിവസത്തോളം ഫോട്ടോ എടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്ന റെക്കോർഡ് ചെയ്തതാണ്. പിന്നെ എഡിറ്റിംഗ് തന്നെ ഇപ്പോൾ 1.5 ദിവസത്തോളം ആയി. ബട്ട് ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നോക്കിയത്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയ സമയത്ത് വെബ്കാം സ്ട്രീമൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നോക്കിയ സമയത്ത് ഒരു വൈറ്റ് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ വോയിസ് കിട്ടുന്നുണ്ട്, സ്ക്രീൻ ക്യാപ്ചർ ആയിട്ടില്ല. ഒരു മറ്റേ മുന്നത്തെ ബ്രൗസർ ഇങ്ങനെ അത് സ്റ്റെക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വോയിസ് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഞാൻ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. വെബ്കാം സ്ട്രീമിംഗ് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നാണ് പറയാനുള്ളത്. ആൻഡ്രോയിഡ് 8 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ 1.5 മണിക്കൂറോളമുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 1.5 മണിക്കൂറല്ലായിരിക്കും, 2.5-3 മണിക്കൂറൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഷോർട്ട് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അത്രയ്ക്കും എഫോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഒരു എഫോർട്ട്. ഓക്കെ, ഇപ്പോൾ തന്നെ ഇതിൽ തന്നെ നോക്കൂ ഗൈസ്, കുറേ കട്ടുണ്ട് കണ്ടോ, കുറേ കട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ്റെ ഭാഗത്തൊക്കെ എത്തിയ സമയത്ത് ബ്ലറൊക്കെ യൂസ് ചെയ്താൽ അവിടെ നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇത്രക്കും കട്ട് ചെയ്തിട്ട് ഇത്രയും എഫോർട്ട് എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇതാണ് പറയാനുള്ളത്. പിന്നെ കൂടുതൽ പേരോട് പറയാനുള്ളത്, ഈ വീഡിയോ അതായത് ക്രോമിലൂടെ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കുന്നവരൊക്കെ ഉണ്ട്. അവരോട് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ എത്രക്കും കഷ്ടപ്പെട്ട് എഫോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. എന്നാലേ നമുക്ക് വാച്ച് ടൈം കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കുക ഞാൻ കുറേ പറഞ്ഞല്ലോ. ഓക്കെ, ഈ ചാനലിലെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നാണ് പറയാനുള്ളത്. പിന്നെ ആ ബെല്ലൈക്കണും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടെന്ന് ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, ഓരോരോ ഇതാവുമ്പോൾ നമ്മൾ പറയണമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത കിടിലൻ സീരീസുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെബ് ഡിസൈനിങ്ങിൻ്റെ സീരീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബേസിക് ലിനക്സ് ഫണ്ടമെൻ്റൽസിൻ്റെ വീഡിയോ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള SQL ഇഞ്ചക്ഷൻ്റെ കിടിലൻ കിടക്കാച്ച സീരീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ 300 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിടിലൻ സീരീസുകളൊക്കെ നമ്മുടെ ചാനൽ വരുന്നതാണ്. അപ്പോൾ ലവ് യു ഗൈസ്, ബൈ. ആക്ട് ഫൈൽസ് അതൊരു കിടിലൻ വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.